ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് എന്നൊന്നും ഞാൻ പറയണില്ലടാ. പാടാ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് പഠിക്കാടാ. എത്ര കാലായടാ നിങ്ങളൊക്കെ കണ്ടിട്ട്. ഞാൻ എൻ്റെ പെന്ന്, എൻ്റെ ബോർഡ് എല്ലാത്തിനെയും നല്ലപോലെ മിസ് ചെയ്ത്. എൻ്റെ മൈക്ക് എടുത്തു പറയാൻ പറ്റും, എൻ്റെ മൈക്ക് ഇതൊക്കെ നല്ലപോലെ മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഈ മുറിയൻ ഹിന്ദിയും എൻ്റെ ഇംഗ്ലീഷൊക്കെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ NIT ശ്രീനഗറിലാണ് പഠിക്കണത്. അവിടുന്ന് മാക്സിമം ഞാൻ എൻ്റെ ആംഗ്യ ഭാഷ വെച്ചൊക്കെ ട്രൈ ചെയ്തു ആ സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കാൻ. അവിടുത്തെ പ്രൊഫസറോട് ഞാൻ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് സെംബ്രേക്കും കഴിഞ്ഞ് അവിടെ പോയിട്ട് അവിടുന്ന് എടുക്കാനുള്ളതൊക്കെ ഞാൻ വീണ്ടും ട്രൈ ചെയ്യും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഞാൻ നാട്ടിലേക്ക് എത്തിയ പാടെ തന്നെ ക്ലാസ് എടുക്കാൻ ഞാനൊക്കെ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നത്. ബട്ട് നാട്ടിലെത്തി സുഖയില്ലാണ്ടായി, 2-3 തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു പേഴ്സണലിയുള്ള. അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇനി നമുക്ക് എന്താക്കാം, നമ്മൾ എവിടെ വെച്ച് പറഞ്ഞു നിർത്തിയാൽ നമ്മൾ അവിടെ വെച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ റീലല്ല ഷോർട്ടിലിട്ടിരുന്നു. നിങ്ങൾ സജഷൻസ് പറയാൻ നമ്മൾ അത് വെച്ച് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങൾ ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഓക്കെയാണ്. പക്ഷെ ഈ തെർമൽ പ്രോപ്പർട്ടീസ് മുതൽ നിങ്ങൾക്ക് എന്താണ് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. തെർമൽ പ്രോപ്പർട്ടീസ് മുതൽ അതിന് ശേഷമുള്ള ഒന്നും അറിയത്തില്ല. പിന്നെ അത് നിങ്ങൾ പറഞ്ഞ പ്രശ്നമാണ്. ഈ +1 കാര്യ സമയത്ത് ഞാൻ ഭയങ്കര ഫ്രീ ആയിരുന്നു സാറേ. ഞാൻ ഭയങ്കര ഡെഡിക്കേഷൻ അവിടെ ആയിരുന്നു സാറേ ക്ലാസ്സൊക്കെ കേട്ടിരുന്നത്. ബട്ട് ഇങ്ങനെ പോയ ഗ്രാഫ്, ഞാൻ +1 നല്ല പോലെ പോയ ഗ്രാഫ് ഇപ്പം പഠിച്ച് കാലങ്ങൾ കഴിയും തോറും ഇങ്ങനെ ഇവിടെ എത്തി നിൽക്കുക നിങ്ങളെന്നറിയാം. ബട്ട് ഈ സംഭവം ഇപ്പം ആദ്യത്തെ ഒരു 2-3 മാസം 2 മന്ത്സ് നിങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ടാവും. പിന്നെ ഒരു 4-5 മാസത്തോളം നിങ്ങളെ ഗ്രാഫ് വളരെ ഡൗണിലേക്ക് പോയിട്ടുണ്ടാവും. ഞാൻ +1 പഠിച്ച സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ ഞാൻ ഉള്ളത് പറയുകയാണ്, ഇത് എല്ലാവരിലും സംഭവിക്കണ കാര്യമാണ്. ഇത് യൂഷ്വലി സംഭവിക്കണ കാര്യമാണ്. ബട്ട് എന്ത് ചെയ്യണം? ഇനി നിങ്ങൾക്കൊരു 3 മന്ത്സ് സമയമില്ലേ? 3 മന്ത്സ് അല്ല, 2 മന്ത്സ് കൂട്ടിയാൽ മതി. ഈ 2 മന്ത്സ് സമയമില്ലേ പബ്ലിക് എക്സാമിന്? അപ്പോഴേക്ക് നിങ്ങളെ ഗ്രാഫ് ഇതുവരെ നിങ്ങൾ എന്ത് ചെയ്തോ ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ഇതുവരെ കളിച്ചോ പഠിച്ചില്ലേ, നിങ്ങൾ ടെക്സ്റ്റ് തൊട്ടില്ലേ, നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഈ 2 മാസം നിങ്ങൾ ഇന്ന് മുതൽ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ ഗ്രാഫ് എങ്ങനെ പോവും? എവിടെ നിങ്ങൾ കംബാക്ക് ഇട്ടോ അവിടേക്ക് തന്നെ തിരിച്ച് വന്ന് ഈ പബ്ലിക് എക്സാം എന്ന സമയത്തേക്ക് നിങ്ങൾക്ക് എന്താക്കുക, നിങ്ങളെ ആ പ്രൈം നിങ്ങൾക്ക് എന്താക്കുക, തിരിച്ച് പിടിക്കാം. നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, അതിനുള്ള സമയമുണ്ട്. എങ്ങനെ ഇത്രയും നാൾ നിങ്ങൾ വേസ്റ്റ് ചെയ്തതുപോലെ ഇനി വേസ്റ്റ് ചെയ്യാൻ നിൽക്കാൻ നിങ്ങൾക്ക് ടൈമില്ല. ഇനി നിങ്ങൾ തുടക്ക സമയത്ത് എങ്ങനെ പഠിച്ചോ, അല്ലെ തുടക്കത്തിൽ പഠിക്കാത്തവരാണെങ്കിൽ പോലും, അതാ ഞാൻ പറയാം, ഒന്നും അറിയാത്തവരാണെങ്കിൽ പോലും ഈ 2 മന്ത്സ് എന്താണ്, ഇനഫാണ് നിങ്ങൾക്ക് നല്ലൊരു ബേസിക്സ് ബിൽഡ് ചെയ്യാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങൾക്ക് ഈ 2 മന്ത്സ് എന്താടാ ഇനഫാണ്. സോ ബി റെഡി. നിങ്ങളൊക്കെ റെഡിയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ റെഡിയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഐ ആം വെൽ പ്രിപ്പയർഡ്. നിങ്ങളും പ്രിപ്പയർ ആവാൻ റെഡി ആയിക്കോ നല്ലോണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നല്ല നോട്ട് എടുത്ത് വെക്കുക, പെന്നെടുത്ത് വെക്കുക. അതിൻ്റെ മുകളിൽ എന്താക്കുക, നിങ്ങളെ ഫോണൊക്കെ മാറ്റി വെക്കുക. അല്ലെ നിങ്ങൾ ഫോണിലാണ് ഫോണിൽ നോക്കിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് ക്ലാസ് കേൾക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഞാൻ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിക്കരുത് എന്നൊക്കെ, എങ്ങനെ പഠിക്കാണ്ട് നിൽക്കണം, എങ്ങനെ എഫക്റ്റീവായി പഠിക്കണം എന്നൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് അത് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ അതുപോലെയൊക്കെ പഠിക്കുക, നല്ല ബേസിക്സ് ബിൽഡ് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ നമുക്ക് നമ്മളെ ടോപ്പിലേക്ക് പോയിക്കൂടാ. സോ അപ്പം നമുക്കിനി എന്താക്കടാ, നമ്മൾ ടോപ്പിക്കിലേക്ക് പോയിക്കൂടെ. നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്റ്റൈൽ മോഷൻ. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ സജഷൻസ് പ്രകാരം നമ്മൾ ഇനി വരുന്ന ചാപ്റ്റർ ഏതാ എടുക്കാന്നറിയോ? തെർമൽ പ്രോപ്പർട്ടീസ് മുതലാണ്. തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, ഓസിലേഷൻസ്, വേവ്സ്, അതൊക്കെ നിങ്ങൾക്ക് ടഫാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇനി അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. സോ നമ്മൾ ഇനി മുതൽ എന്താക്കും, അതെടുക്കും. അതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന, എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ന്യൂമറിക്കൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ടോപ്പിക് ഉണ്ട് നമ്മുടെ മോഷനിലെ പ്ലെയിനിൽ. അതെന്താടാ? അതാണ് പ്രൊജക്റ്റൈൽ മോഷൻ. ഇത് നമ്മൾ എന്താക്കും, ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ആദ്യം പ്രൊജക്റ്റൈൽ മോഷൻ എന്താന്ന് പറയും, അതിൻ്റെ തിയറി എന്താന്ന് പറയും, അതിൻ്റെ 3 ഡെറിവേഷൻസ് ഉണ്ട്, അതെന്താന്ന് കേൾക്കും. പിന്നെ നിങ്ങൾക്ക് അറിയുന്ന പോലെ നമ്മൾ ന്യൂമറിക്കൽസ് സിമ്പിൾ മുതൽ ഹാർഡ് ലെവൽ വരെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറിക്കൽസ് ഒക്കെ സിമ്പിളാണ്. അതിൽ നിന്ന് ഒരു മാർക്കും കളയരുത്. പെട്ടെന്ന് മാർക്ക് കിട്ടാനും പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റുന്ന ന്യൂമറിക്കൽസ് ആണ്. സോ നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്താൽ അതൊക്കെ സെറ്റാവും. നമുക്ക് ടോപ്പിക്കിലേക്ക് പോയിക്കൊണ്ടാ. ടോപ്പിക്കിലേക്ക് പോവാം. എന്താടാ ഈ പ്രൊജക്റ്റൈൽ മോഷൻ? എന്താടാ പ്രൊജക്റ്റൈൽ മോഷൻ? എന്താടാ പ്രൊജക്റ്റൈൽ മോഷൻ?
നമ്മൾ എപ്പോഴും പറയാൻ പോലെ എന്ത് ആദ്യം നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കും എന്നിട്ട് തിയറി പഠിക്കും. അപ്പോൾ തിയറി എപ്പോഴും എന്താവും മൈൻഡിൽ ഉണ്ടാവും. പ്രൊജക്റ്റൈൽ മോഷൻ അയ്യോ നമ്മൾ എന്താക്കുക ഒരു ഒബ്ജക്റ്റ് എടുക്കുക. ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് ഞാൻ ഒന്നുമില്ല വെറുതെ എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. ശ്രദ്ധിക്കണേ, വെറുതെ എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം, വെറുതെ എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിന് എന്ത് സംഭവിക്കണുണ്ട് നോക്കാലോ. എന്ത് സംഭവിക്കണത്? ഇത് എക്സ് ആക്സിസ്, ഇതെന്താണ് വൈ ആക്സിസ്. എക്സ് ആക്സിസ്, ഇതെന്താണ് വൈ ആക്സിസ്. ഞാൻ മാസുള്ള വസ്തു ഒരു ഇനീഷ്യൽ വെലോസിറ്റിയിൽ നേരെ പ്രൊജക്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതൊരു പാത്ത് ഫോളോ ചെയ്യണുണ്ട്. ഏതാ? അയ്യോ ഏതാടാ? തക് 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 എന്ന് പറഞ്ഞ് താഴേക്ക് പതിക്കുന്നുണ്ട്. ഇല്ലേ ഇല്ലേ, ഞാൻ ഇനീഷ്യൽ വെലോസിറ്റിയിൽ ഒരു വസ്തു മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത്, അതും ഒരു ആംഗിളിലല്ലേ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒരു ആംഗിളിലല്ലേ പ്രൊജക്റ്റ് ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയല്ലേ എറിയണത്. ആംഗിൾ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റാന്നെടുത്ത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പാത്ത് കിട്ടി. എന്തുകൊണ്ടടാ ഇത് ഇങ്ങനെ ടക് 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 എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത് മുകളിലേക്ക് പോണില്ല? എന്തുകൊണ്ട് പോണില്ല? യെസ്, അതിനെന്തുണ്ട്? ഈ മാസുള്ള വസ്തുവിൽ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിൻ്റെ എർത്തിൻ്റെ സെൻറ്ററിലേക്ക് വലിക്കുന്നതുകൊണ്ട് അതെന്താക്കുന്നുണ്ട്? ഇതിന്മേലൊക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട്, ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത് കൊണ്ട് അതെന്താക്കുന്നത്? താഴേക്ക് പഠിക്കുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നടാ? പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലടാ, സിമ്പിൾ അല്ലേ? നമുക്ക് ഇതിന്റെ തിയറിയിലേക്ക് പോയിക്കൂടെ ഇനി? മനസ്സിലായില്ലേ? തിയറി എന്താ? പ്രൊജക്റ്റൈൽ മോഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് ദ മോഷൻ ഓഫ് എ ഒബ്ജെക്ട് ദാറ്റ് ത്രോൺ ഓർ പ്രൊജക്റ്റഡ്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാ? ത്രോൺ എന്ന് എഴുതിയാലും കുഴപ്പമില്ല, പ്രൊജക്റ്റഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുക എന്താ? പ്രൊജക്റ്റഡ് എഴുതാനാ. കാരണം പ്രൊജക്റ്റൈൽ മോഷൻ പ്രൊജക്റ്റഡ്, ത്രോണ് വേണ്ട. ഓക്കെ, പ്രൊജക്റ്റൈൽ മോഷൻ ഈസ് ദ മോഷൻ ഓഫ് ദ ഒബ്ജെക്ട് ദാറ്റ് പ്രൊജക്റ്റഡ് ഇൻ ടു ദ എയർ. നമ്മൾ എയറിലേക്കാണ് പ്രൊജക്റ്റ് ചെയ്ത് ഇൻ ടു ദ എയർ ആൻഡ് then it moves only under the influence of എന്തടാ? influence of gravity. എടാ ഇതെന്നല്ലടാ ഞാൻ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്തേ. നിങ്ങൾക്ക് ഇനി ഇത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ദാറ്റ് thrown into the air and it moves only under the influence of gravity. അതുകൊണ്ട് ഇതെന്താക്കണേ? താഴേക്ക് പതിക്കുന്നുണ്ട്. ഇത് എഴുതിയല്ലോ. ഈ മോഷൻ ഒന്നുകൂടി നോക്കിയേ. ഇതിന് എന്തൊക്കെ മോഷൻ ഉണ്ട്? ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ അതിന് മോഷൻ ഇല്ലേ. കാരണം ഇത് ഇവിടുന്ന് പോകുന്നുണ്ട്, ഇവിടെ എത്തുന്നുണ്ട്. ഇങ്ങനെ ഒരു മോഷൻ ഇല്ലേ? ഇവിടെ നിന്നുള്ള സാധനം ഇവിടെ എത്തി. അതിന് എന്തുണ്ട്? ഒരു ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ട്. എക്സ് ആക്സിസിലെ മോഷൻ നമ്മൾ എന്താ പറയുക? ഹൊറിസോണ്ടൽ മോഷൻ എന്ന് പറയാം. അതേപോലെ തന്നെ ഇതിന് എന്തുണ്ട്? ഇങ്ങനെ പോകുന്നുണ്ട്, ഇങ്ങനെ പതിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഇത് പോകുന്നുണ്ട്, പതിക്കുന്നുണ്ട്. വെർട്ടിക്കലി അത് പോകുന്നുണ്ട്, പതിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വെർട്ടിക്കൽ മോഷനും ഇല്ലേ? മുകളിലേക്ക് പോകുന്നുണ്ട്, താഴേക്ക് പതിക്കുന്നുണ്ട്. അതിന് എന്തുണ്ട്? വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് എഴുതിക്കൂടെ? എന്ത് എഴുതാം? ദ മോഷൻ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു. സ്പ്ലിറ്റ് എന്താക്കാം? നമുക്ക് രണ്ടാക്കിക്കൂടെ? സ്പ്ലിറ്റ് ഇൻ ടു എന്തൊക്കെ മോഷൻ? അതിലൊന്നാണ് എന്ത്? ഹൊറിസോണ്ടൽ മോഷൻ ആൻഡ് രണ്ടാമത്തെ എന്താടാ? വെർട്ടിക്കൽ മോഷൻ. സിമ്പിൾ അല്ലടാ വെർട്ടിക്കൽ മോഷൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പാത്ത് കണ്ടോ നിങ്ങൾ? ആ പാത്തില്ലേ? ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇങ്ങനെയുള്ള മോഷനെ നമ്മൾ എന്തായിരുന്നു പറയുക? ഈ എക്സ് ആക്സിസ് മാത്രമുള്ള മോഷൻ എന്താ പറയുക? സ്ട്രെയിറ്റ് ലൈൻ മോഷൻ. ഇതിനെന്താ പറയുക? സർക്കുലാർ മോഷൻ. അതേപോലെ തന്നെ ഇങ്ങനെ കർവായിട്ടുള്ള പാത്തിനെ നമ്മൾ പറയുന്ന പേരെന്താ? പരാബോള എന്നാ പറയാ. എന്താ പറയാ? പരാബോള. അപ്പൊ ഇതെന്താക്കുന്നുണ്ട്? ഇറ്റ് ഫോളോസ് എന്താ? പരാബോളിക് പാത്ത്. സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്ന് ഇപ്പോൾ തിയറി ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ 3-4 മാർക്കിന് തിയറി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്തും? ഇത് വരക്കും.
ഇത് വരക്കും. ഇങ്ങനെ എക്സ് ആക്സിസ് വൈ ആക്സിസ് അതിന് ഹൊറിസോണ്ടലായിട്ട് തീറ്റ ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഇങ്ങനെ പോകേണ്ടതായിരുന്നു, ബട്ട് അതെന്തായി കർവ് ചെയ്ത് താഴേക്ക് പതിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട്? ഗ്രാവിറ്റീൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട്. മോഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ദാറ്റ് ത്രൂൺ ഓർ പ്രൊജക്റ്റഡ് ഇൻ ടു ദ എയറിലേക്ക് ആൻഡ് ദെൻ ഇറ്റ് മൂവ്സ് ഓൺലി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഇവിടുത്തെ എയർ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്താൽ, എയർ റെസിസ്റ്റൻസ് വേറെ പുഷോ ഒരു ഫോഴ്സും അതിന്മേൽ ആക്ട് ചെയ്യുന്നില്ല. ആകെ ആക്ട് ചെയ്യുന്ന എന്താ? ഗ്രാവിറ്റി മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എന്തുണ്ട്? മോഷൻ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൊറിസോണ്ടൽ മോഷൻ ആൻഡ് വെർട്ടിക്കൽ മോഷൻ ആൻഡ് ഇറ്റ് ഫോളോസ് എ പരാബോളിക് പാത്ത്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ പ്രൊജക്റ്റൈൽ മോഷൻ. ഇനി ഇതിൽ വരുന്നുണ്ട്, ഇതിൽ മൂന്ന് ഇക്വേഷൻസ് വരുന്നുണ്ട്. അതിൻ്റെ ഡെറിവേഷൻസ് വരുന്നുണ്ട്, ന്യൂമറിക്കൽസ് വരുന്നുണ്ട്. ഈ ന്യൂമറിക്കൽസ് നമ്മൾ എന്താക്കും? ഈസി ടു അഡ്വാൻസ് ലെവൽ വരെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് പക്കാവും. സോ എന്താക്കുക, നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? ആകെ തളർന്നടോ. വെള്ളം കുടിക്കട്ടെ. ക്യൂട്ട് ആൻഡ് എസ്തറ്റിക് ആയിട്ടല്ലേ അതിനകത്ത് ഇന്ത്യ. സോ നമുക്ക് അതിലേക്ക് പോയിക്കൂടെ? നിങ്ങൾ നോട്ടിൽ എഴുതി എടുക്കുക. സോ നമുക്ക് അതിലേക്ക് പോയിട്ട് കാണാം. ഈ ഡെറിവേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലേ, ഈ ഡെറിവേഷൻസ് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ടി വരില്ല. അതിൽ നിന്ന് വരുന്ന ന്യൂമറിക്കൽസ് ഇല്ലേ, ഏത് വരുന്ന ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ട് ഏത് ടൈപ്പ് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന രീതിക്കും ഉണ്ടാവും. ആൻഡ് ഇതിന് ശേഷം ഞാനൊരു ട്രിക്കും പറഞ്ഞു തരുന്നുണ്ട്. ആ ട്രിക്ക് വെച്ച് നിങ്ങളെ 3 ഇക്വേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം എന്താക്കാം? ഈ ബേസിക്സ് ഒന്ന് സെറ്റാക്കി കൂടടാ കള്ളന്മാരെ കൂടെ. യെസ്, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. നമ്മൾ എന്താ പറഞ്ഞു നിർത്തിയത്? നമുക്ക് എന്തുണ്ട്? എക്സ് ആക്സിസിലും വൈ ആക്സിസൊക്കെ കൂടി എന്തുണ്ടടാ? മോഷൻ ഉണ്ട്. ഇങ്ങനത്തെ മോഷൻ ആംഗിൾ തീറ്റയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അത് ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് യു, ആൻഡ് ഇതിൻ്റെ മുകളിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ മോഷനാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഞാൻ നിങ്ങളോട് വെക്ടേഴ്സ് ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരുപാട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെക്ടേഴ്സ്, ഈ വെക്ടർ എന്ന് വെച്ചാൽ വെലോസിറ്റി ഒരു വെക്ടറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. വെലോസിറ്റി ഒരു വെക്ടറാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. യെസ്, അറിയാം. ഒരു വെക്ടർ ആംഗിൾ തീറ്റയിൽ എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആ വെക്ടറിന്റെ ക്ലാസ് കണ്ടവർക്കാണേ മനസ്സിലാവും, എന്നെ ഫോളോ ചെയ്തവർക്കാണേ ഇത് മനസ്സിലാവും. എന്ത്? അതിന് ഒറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും. അതെന്താണ്? എ കോസ് തീറ്റയാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഇതിന്റെ മാഗ്നിറ്റ്യൂഡാണ്. ആൻഡ് തീറ്റേന്റെ കോസ് കമ്പോണന്റ് ആണ് എന്ത്? ഹൊറിസോണ്ടലിൽ വരിക. ഇതിന്റെ വെർട്ടിക്കലിൽ വരിക എ സൈൻ ആണ്. എ എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു സൈൻ തീറ്റയാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയേ, ഇതൊരു യു എന്ന് പറഞ്ഞത് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഒരു വെക്ടറാണ്. അതിനെ നമുക്ക് സ്പ്ലിറ്റ് ആക്കി കൂടെ. ഇതിന് ഒറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ യു എക്സ് ആണ്. ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ യു വൈ ആണ്. ആൻഡ് യു എക്സിന് നമുക്ക് എഴുതി കൂടെ. ഈ യു എക്സ് എന്താ? ഇവിടെ എ കോസ് തീറ്റ ആയതുപോലെ ഇവിടെ യു എന്താണ്? എ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ, ഏതെങ്കിലും ഒരു വെക്ടർ. ഇവിടെ യു എന്ന് പറഞ്ഞ വെക്ടറാണ്. അതുകൊണ്ട് എന്താ? യു കോസ് തീറ്റയാണ്. ഇതിന്റെ ഒറിസോണ്ടൽ കമ്പോണന്റ് യു കോസ് തീറ്റയാണ്. ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? യു സൈൻ തീറ്റയാണ്. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രൊജക്റ്റൈൽ മോഷൻ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് പോയി ഏറ്റവും ടോപ്പിലെത്തി. ഏറ്റവും ടോപ്പിലെ പ്രത്യേകത എന്താടാ? ഏറ്റവും ടോപ്പിൽ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഈ വെർട്ടിക്കൽ കമ്പോണന്റ് അതിനുണ്ടാവുമോ? ഇതിന് വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് വെച്ചാൽ അതിനൊരു വെലോസിറ്റി ഉണ്ടാവുമോ? അതിന് വെലോസിറ്റി ഉണ്ടെങ്കിൽ അത് വീണ്ടും മുകളിലേക്ക് പോകില്ലേ? അപ്പോൾ വെലോസിറ്റി ഇല്ലാത്തത് കൊണ്ടല്ലേ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് വന്നത്. ഇങ്ങനെ പോയി അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി 0 ആയത് കൊണ്ടല്ലേ അതവിടെ നിന്നത്. അതിന് എന്തെങ്കിലും വാല്യൂ ഉണ്ട്, അത് വീണ്ടും കുറച്ച് മുന്നോട്ട് പോകില്ലേ? സോ ഇവിടെ വരുന്ന വെർട്ടിക്കൽ വെലോസിറ്റി എന്താ? ടോപ്പിൽ വരുന്ന വെർട്ടിക്കൽ വെലോസിറ്റി എന്താ? 0 ആണ്. അവിടെ വരുന്ന ഒറിസോണ്ടൽ വെലോസിറ്റി എന്താ? 0 അല്ല. അവിടെ ഒരു ഒറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്. കാരണം ഒറിസോണ്ടൽ വെലോസിറ്റി ഉണ്ടോണ്ടല്ലേ വീണ്ടും ഇങ്ങനെ വന്ന് പതിക്കുന്നത്. വീണ്ടും മുന്നോട്ടേക്ക് അത് പോകുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയി ഇവിടുന്ന് മുകളിലോട്ട് പോകാത്തത് അതിന് വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. പക്ഷെ അതിന് ഒറിസോണ്ടൽ വെലോസിറ്റി ഉള്ളത് കൊണ്ട് അത് എന്താന്ന് ഇങ്ങോട്ടേക്ക് വീണ്ടും പോകുന്നുണ്ട്. സോ അതിന് അവിടെ എന്തുണ്ട്? ഹയസ്റ്റ് പോയിന്റ് എന്താണ്? വെർട്ടിക്കൽ വെലോസിറ്റി എന്താടാ? യു വൈ അല്ലെങ്കിൽ വി വൈ എന്ത് വേണേ കൊടുക്കാം. യു വൈ എന്താടാ? 0 ആണ്. ഇതാണ് ഒന്നാമത്തെ ബേസിക്സ്. ആൻഡ് നമുക്ക് എന്താക്കാം? ഇതിനെ ഹൊറിസോണ്ടൽ കമ്പോണന്റിനെ എങ്ങനെ എഴുതാ? യു കോസ് തീറ്റ എന്നും വെർട്ടിക്കൽ കമ്പോണന്റിനെ
യു സൈൻ തീറ്റ എന്നും നമുക്ക് സ്പ്ലിറ്റ് ആക്കി എഴുതാം, ബിക്കോസ് യു ഈസ് ദ വെക്റ്റർ. ഇത്രയും മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി അടുത്തതിലേക്ക് പോയി കൂടാ, അടുത്തതിലേക്ക് പോവാം. അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ത്, ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താക്കുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ജി ആക്ട് ചെയ്യുന്നുണ്ട്. ജി ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടാ? വെർട്ടിക്കലി അല്ലേ, വെർട്ടിക്കലി അല്ലേ. സോ ഇതിനെന്ത് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ വെലോസിറ്റി ആക്സിലറേഷനായ എ വൈ മാത്രമേ ഉള്ളൂ, എ വൈ മാത്രമേ ഉള്ളൂ. അതിനെന്തില്ല, എന്തില്ല, ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഇല്ല. ഇതിനെന്താ ഉള്ളൂ, ഓൺലി വെർട്ടിക്കൽ ആക്സിലറേഷൻ. ആക്സിലറേഷൻ there is no എന്തില്ല, ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഇല്ല. ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ there is no horizontal acceleration. അതെന്താ നിങ്ങൾക്ക് പ്രൂഫ് വേണോ? പ്രൂഫ് വേണേൽ ഞാൻ പറഞ്ഞു തരാം, സിമ്പിളാണ്. നിങ്ങൾക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ബട്ട് എന്താക്കുക, മനസ്സിൻ്റെ റബ്ബേ, മനസ്സിലാക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, ഒന്ന് ഓർത്ത് വെക്കുക. ജി എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എല്ലാവർക്കും അറിയാം. എഫ് ഈസ് ഈക്വൽ ടു എം എ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ വെർട്ടിക്കലി നമ്മൾ പറയുമ്പോൾ എഫ് വൈ എന്ന് വെച്ചാൽ വെർട്ടിക്കൽ ഫോഴ്സ് ആക്സിലറേഷൻ എ വൈ. ഇത് പക്ക അല്ലേ? പക്കാണ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താ? അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ? എം ജി ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എം ജി ആണ്. നമുക്ക് ഇതാണ് എന്ത്, ന്യൂട്ടൺ സെക്കൻഡ് ലോ. സോ എ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താകാം, എഫ് വൈ ബൈ എം എന്ന് എഴുതാം. എഴുതിക്കൂടെ? എഴുതാം. ഇവിടെ എഫ് വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി എന്ന് വെച്ചാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് വലിക്കുന്ന ഫോഴ്സ് എന്താണ്? എം ജി ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടുത്തെ ആക്സിലറേഷൻ എന്താ? എഫ് വൈ ബൈ എം ആണ്. ഈ എഫ് വൈൻ്റെ എം ജിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എ വൈ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എഫ് വൈ എന്താ? എം ജി ഡിവൈഡഡ് ബൈ എം എന്ന് കിട്ടും. ഈ എം വെട്ടിപ്പോയില്ലേ? സോ നമുക്ക് വെർട്ടിക്കൽ ആക്സിലറേഷൻ നമുക്ക് എന്ത് കിട്ടി? ജി എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന വെർട്ടിക്കൽ ആക്സിലറേഷൻ എന്താണ്? ഗ്രാവിറ്റിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് ഇവിടെ വെർട്ടിക്കൽ ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കിട്ടി. ഒന്നുമില്ല. ഇത് നിങ്ങൾ വിട്ടേക്ക്, ഇത് നിങ്ങൾ ഓർക്കണ്ട. എ വൈ ഈക്വൽ ടു എഫ് വൈ ബൈ എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിൻ്റെ ഫോഴ്സ് ആണ്. ഫോഴ്സ് ഓഫ്, അതിനെന്താ പറയുക, ഫോഴ്സ് ഡ്യൂ ടു ഗ്രാവിറ്റി. അതാണ് എന്ത് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എം ജി ആണ്. സോ ഈ എഫ് ഐ ഈ എ വൈയിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എം ജി ബൈ എം കിട്ടും. അവിടെ എ വൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ്? അവിടുത്തെ ആക്സിലറേഷൻ ആണ്, വെർട്ടിക്കൽ ആക്സിലറേഷൻ ആണ്. മനസ്സിലായില്ലേ? സോ ഇതിന് എന്തുണ്ട് എന്ന് മനസ്സിലായി, വെർട്ടിക്കൽ ആക്സിലറേഷൻ ഉണ്ട് എന്ന് മനസ്സിലായി. സോ ഇനി അടുത്തതിലേക്ക് പോയി കൂടെ. അടുത്തെന്ന് പറഞ്ഞാൽ ഇതിന് ഹൊറിസോണ്ടൽ ഇവിടെ നമുക്ക് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സും ഇല്ല. ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് അവിടെ എഫ് ഐ സികളുടെ എം ജി എടുത്ത് ഇവിടെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇമ്മേൽ ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. കാരണം അങ്ങോട്ടേക്ക് ഒരു ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല. സോ എം എന്താവും? എം എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? എം എ എക്സ് അല്ലേ? എം എ എക്സ് അല്ലേ? സോ എഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എം എ എക്സ് ഈക്വൽ ടു 0. മാസ് ഒരിക്കലും 0 ആവില്ലല്ലോ. സോ എ എക്സ് ഈക്വൽ ടു 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി. നിങ്ങൾ ഇത്ര ഒക്കെ ടെൻഷൻ അടിക്കണ്ട, ഇത് ഞാൻ വെറുതെ സൈഡ് പറഞ്ഞതാണ്. ബട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തുണ്ടാ? അതിന് വെർട്ടിക്കൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ, അതിന് ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എക്സ് ഈക്വൽ ടു 0, എ വൈ ഇവിടെ ഉണ്ട്, എ വൈ നോട്ട് ഈക്വൽ ടു 0. സിമ്പിൾ അല്ലേ? സിമ്പിൾ അല്ലേ? ഇത്ര മാത്രമേ ഉള്ളൂ. എന്താടാ ബേസിക്സ്. ഇനി നമുക്ക് എന്താക്കാം, ഇതിൻ്റെ ഡെറിവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. സോ ഡെറിവേഷനിൽ പോവാം. ഇത് കണ്ട് പേടിക്കണ്ട. ഇത് ഒന്നുകൂടി നിങ്ങളൊന്ന് വേക്കടിച്ച് കേട്ട് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. അതിന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ വിട്ടേക്ക്. അത് മനസ്സിലായില്ലേ? വിട്ടേക്ക്. നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? വെർട്ടിക്കൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അവിടെ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുക. അത്രയേ ഉള്ളൂടാ. നമുക്ക് ഡെറിവേഷനിലേക്ക് പോയി കൂടെ പോവാം. നമ്മളെ ഫസ്റ്റ് ഡെറിവേഷൻ എന്താടാ? ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചോനെ? ടൈം ഓഫ് ഫ്ലൈറ്റ് സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റിയിൽ തീറ്റ ആംഗിൾ ഹൊറിസോണ്ടലുമായിട്ട് നമ്മൾ എന്താക്കണം? ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് പാരാബോളിക് പാത്ത് ഫോളോ ചെയ്യുന്ന. ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എന്താ? യു കോസ് തീറ്റ. ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്താ? യു സൈൻ തീറ്റ. ഇതുവരെ നിങ്ങൾക്കറിയാലോ. ഇത് ഇവിടുന്ന് പ്രൊജക്റ്റ് ചെയ്തത് മുതൽ എവിടെ എത്തുന്നവരെ എത്ര സമയം എടുത്ത്? അതാണ് എന്താടാ
ടൈം ഓഫ് ഫ്ലൈറ്റ് സിമ്പിൾ അല്ലേ? ദ ടൈം ഫോർ വിച്ച് എ projectile remains in the air. സിമ്പിൾ. ഇത്രേ വേണ്ടൂ. ഇതിന്റെ തിയറി ഇത്രേ വേണ്ടൂ. ടൈം ഓഫ് ഫ്ലൈറ്റ് എഴുതുക, ഈ ഫിഗർ വരക്കുക, ആൻഡ് ഈ തിയറി എഴുതി കഴിഞ്ഞാൽ നിങ്ങളെ പകുതി പണി കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണെന്ന്. ഇതൊക്കെ പഠിക്കാൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ടൈം എന്തിന്? ആ പ്രൊജക്റ്റിൽ എത്ര സമയം ഈ എയറിൽ നിൽക്കണമെന്നുള്ളതിനെയാണ് എന്ത് പറയുന്നത്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്യാം. ഈ ഡെറിവേഷൻ ചെയ്യാം നമുക്ക് വേണ്ട ഇക്വേഷൻ. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഇവിടെ ഈ വെർട്ടിക്കൽ മോഷൻ മാത്രമേ ടൈം ഓഫ് ഫ്ലൈറ്റ് റീലൈവ് ചെയ്യാൻ എടുക്കുന്നുള്ളൂ. ഒറിസോണ്ടൽ മോഷൻ എടുക്കുന്നില്ല. അത് എടുക്കാത്തതിൻ്റെ കാരണം അവിടെ എന്തില്ല? ഒറിസോണ്ടൽ ആക്സലറേഷൻ എക്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് നോക്കാത്തത്. നമ്മൾ വെർട്ടിക്കൽ മാത്രം എടുക്കുന്നത്. ഓക്കെ അല്ലേ? പക്ക അല്ലേ? സോ നമ്മൾ ഏത് മാത്രമേ എടുക്കണുള്ളൂ? വെർട്ടിക്കൽ മാത്രമേ എടുക്കണുള്ളൂ. അതിന് വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് മോഷനാ? 1 ഡയമെൻഷൻ അല്ലേ? 1 ഡയമെൻഷൻ മോഷൻ്റെ അത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഇക്വേഷൻ ഓഫ് മോഷൻസ് അപ്ലൈ ചെയ്തൂടെ? ഇക്വേഷൻ ഓഫ് മോഷൻ എന്തൊക്കെയായിരുന്നു? v = u + at, v² = u² + 2as, s = ut + ½ at². ഈ കേസിൽ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ ഓഫ് മോഷൻ എന്താടാ? v = u + at ആണ്. അതെന്തുകൊണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ്. ഓക്കെ ആണ്. ആക്സിലറേഷൻ നമുക്ക് അറിയാം. ഇവിടെ ആക്സിലറേഷൻ എന്താ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി g ആണ്. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി u അറിയാം. ഈ ഫൈനൽ വെലോസിറ്റി നമുക്ക് എന്തറിയില്ല? എത്രയാണെന്നറിയില്ല. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ട്. എന്ത്? ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി vy എന്തായിരുന്നു? 0 ആയിരുന്നു. സോ നമ്മൾ ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ എത്ര സമയം എന്ന് കണ്ടുപിടിച്ചാൽ അത് തന്നെയായിരിക്കും ഇവിടുന്ന് മുതൽ ഇവിടത്തേക്ക് താഴേക്കെത്താനും. ഇത്ര തന്നെ പൊങ്ങാൻ എത്ര സമയം എടുത്തോ അത്ര തന്നെ സമയം എടുക്കും എന്ത്? താഴാനും. സോ അതെന്താക്കുക? ഈ ടൈം കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ഓക്കെ അല്ലേ? ഈ വെർട്ടിക്കൽ മാത്രം എടുക്കുന്നതുകൊണ്ട് vy = uy + ay × t. vy എന്താ? ഇവിടുത്തെ കേസിൽ 0 ആണ്. സിമ്പിൾ. uy എന്താണ്? വെർട്ടിക്കൽ കമ്പോണന്റ് എന്താണ്? uy എന്താണ്? u sin θ ആണ്. ഓക്കെ, u sin θ ആണ്. ഓക്കെ. ay എന്താണ്? ay g ആണ്. ബട്ട് എന്ത് g ആണ്? g ആക്ടിങ് ഓൺ ഡൗൺവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് താഴേക്കാണ്. താഴേക്ക് ഏതാടാ? ഇത് നെഗറ്റീവ് ആക്സിസ് അല്ലേ? സോ അതെന്താക്കാം? നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഇങ്ങോട്ടാണ് മോശനെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. ഇങ്ങോട്ടാണ് മോശനെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. മുകളിലോട്ടാണ് മോശനെങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കും. താഴോട്ടാണ് മോശനെങ്കിൽ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കും. ഇവിടെ ആക്സലറേഷൻ എന്തുകൊണ്ടാ? താഴോട്ടാണ്. സോ അതിനെ നമ്മൾ എന്താക്കി എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഇത് മറന്നു പോവരുത്. ഇൻറ്റു ടി. സോ ഒരു എന്താവും? ഇത് 0 = u sin θ - gt എന്നാവും. ഈ മൈനസ് ഇപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് gt ആവും. സോ t = നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? u sin θ g എന്ന് കിട്ടും. ബട്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്താണ്? ക്യാപിറ്റൽ ടി ആണ്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ടൈം ആണ്. ഇത് ഇവിടുന്ന് മുതൽ ഇവിടുത്തോളം വരെ എടുക്കുന്ന സമയം എത്രയാ? u sin θ g. സോ ടോട്ടൽ ടൈം t = എന്താണ്? 2 × t അല്ലേ? സോ അതെന്താവും? t = 2u. നമുക്ക് ഇവിടെ എഴുതാം. t = 2u sin θ / g എന്ന് കിട്ടും. ഇത് സ്മോൾ ടി ആണ്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. കാരണം ഇവിടുത്തേക്ക് ഈ ടി ആൻഡ് ടോട്ടൽ എടുക്കണമെങ്കിൽ ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അതെന്താവും? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടൂലേ? ഇത്രയേ ഉള്ളൂ. എന്തടാ ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻസ്? സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ഡെറിവേഷനിലേക്ക് പോയിക്കൂടെ? യെസ് പോവാ. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ TOR റേഞ്ച് ആണ്. ഒറിസോണ്ടൽ റേഞ്ച്. സാറേ ഈ ഒറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ചാൽ എന്താ? ഒറിസോണ്ടൽ റേഞ്ച് സിമ്പിൾ ആണാ. നമ്മൾ എപ്പോഴും കണ്ടു കഴിഞ്ഞാലും ഡെറിവേഷൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വരക്കും? ഗ്രാഫ് വരക്കും. ഇതാ 2 ഇനീഷ്യൽ വെലോസിറ്റി യൂല്
ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ തീറ്റ ആംഗിളിൽ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒറിജിനൽ കമ്പോണൻറ്റ് യു കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണൻറ്റ് യു സൈൻ തീറ്റ. ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തലയിൽ അത് കയറാനാ. സോ എന്താക്കുക, ഇത് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇത് വരച്ച് വെച്ചുകൂടെ? ഇതിൽ എന്തെങ്കിലും അറിയാത്തതുണ്ടോ? ഇല്ല. ഈ ഒറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പ്രൊജക്ടൈൽ. ഈ പ്രൊജക്ടൈൽ ഇവിടുന്ന് പോയിട്ട് ഇവിടെ എത്തിയല്ലോ. ഇതാണല്ലോ ഒറിസോണ്ടൽ ആക്സിസ്, ഇതാണല്ലോ വെർട്ടിക്കൽ ആക്സിസ്. സോ ഈ മാക്സിമം ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പ്രൊജക്ടൈൽ, ഇതിനാണ് എന്ത് പറയുക? ഒറിസോണ്ടൽ റേഞ്ച് അഥവാ ആർ. സിമ്പിൾ അല്ലേ? എന്താ അതിൻ്റെ ഡെഫിനിഷൻ? എന്താ നിങ്ങൾ തന്നെ പറയൂ. ദ മാക്സിമം ഹൊറിസോണ്ടൽ എന്നോട് കൂടിക്കഴിഞ്ഞാൽ ഇതാ എളുപ്പം. കാരണം തിയറി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഒന്ന് റിവിഷൻ അടിക്കേണ്ട പ്രശ്നം ഉണ്ടാവും ക്ലാസ് കേട്ട്. പക്ഷേ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താക്കുക? വൃത്തിക്ക് നോട്ട് ചെയ്താൽ ഇതേപോലെ എഴുതുക. ഒറിസോണ്ടൽ റേഞ്ച്, അതിൻ്റെ ഗ്രാഫ് ആൻഡ് അതിൻ്റെ തിയറി, ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞാൽ എക്സാമിന് അതുപോലെ തന്നെ എഴുതുക. കാണുമ്പോൾ തന്നെ സാറ് ഓ വാവ് ആ ഒരു എക്സ്പ്രഷൻ വരണം സാറിന്. കാരണം കാണുമ്പോൾ മാർക്ക് തരാൻ തോന്നണം. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിലേ അത് മാർക്ക് തരുവടാ, മാർക്ക് തരാൻ തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയാലോ. നിങ്ങൾക്ക് കൺസെപ്റ്റ് അറിയുന്നതുകൊണ്ട് നിങ്ങളോട് എന്താവില്ല, വിട്ടു പോകത്തില്ല. നിങ്ങൾ എഴുതി തന്നെ പഠിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പക്കായ. നിങ്ങളൊന്നും ടെൻഷൻ അടിക്കണ്ട. ഞാനുണ്ടാ ദ മാക്സിമം ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് എനിക്കാരുണ്ടാ? നിങ്ങളില്ലേ? മാക്സിമം ഒറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എ പ്രൊജക്ടൈൽ, അതാണ് എന്ത്? ഒറിസോണ്ടൽ റേഞ്ച്. ആൻഡ് നമ്മളിവിടെ നിങ്ങൾ ഒരു ഡൗട്ട് കൂടി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെ നിങ്ങൾക്ക് തോന്നേണ്ടതാണ്. നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഞാൻ പറഞ്ഞു തരും. എന്താടാ ഈ ഒറിസോണ്ടൽ ഇത് എന്തുകൊണ്ട് ഇവിടെ നമ്മൾ ഈ 1 ഡയമെൻഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കുന്നു? ഇത് 2 ഡയമെൻഷൻ മോഷൻ അല്ലേ? 1 ഡയമെൻഷൻ ഇക്വേഷൻ ഓഫ് മോഷൻ യൂണിഫോം ആക്സിലറേറ്ററിലും മോഷനിലല്ലേ ഉപയോഗിക്കല് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലേ? എന്തുകൊണ്ട് 2 ഡയമെൻഷനിൽ അത് ഉപയോഗിക്കുന്നു? അവിടെയാണ് ഞാൻ പറയുന്നത്. ഈ മോഷൻ എന്താ? യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷൻ അല്ലേ? കാരണം ഇതിൽ ആകെ ജി എന്ന് പറഞ്ഞ ഗ്രാവിറ്റേഷൻ മാത്രമേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 9.8, അത് കോൺസ്റ്റന്റ് അല്ലേ? അതൊരു യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ അല്ലേ? ആൻഡ് വൺ മോർ തിങ്, നമ്മൾ എന്താക്കി? ടൈം ഓഫ് ഫ്ലൈറ്റ് ചെയ്തു. അവിടെ v = u+at എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിച്ചത്. ബട്ട് അവിടെ നമ്മൾ ആകെ എന്ത് മോഷനാ? ഈ വെർട്ടിക്കൽ മോഷൻ മാത്രമല്ലേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഈ വെർട്ടിക്കൽ മോഷൻ എന്ന് പറഞ്ഞാൽ അതൊരു 1 ഡയമെൻഷൻ മോഷൻ അല്ലേ? ആ വെർട്ടിക്കലും ഹൊറിസോണ്ടലും കൂടി വരുമ്പോൾ ഇത് 2 ഡയമെൻഷൻ ആവുന്നുള്ളൂ, പ്ലെയിൻ ആവുന്നുള്ളൂ. സോ ഇവിടെ നമ്മൾ ഈ ഇക്വേഷൻ മോഷൻ അപ്ലൈ ചെയ്യുന്നത് ഒറ്റ ഡയമെൻഷനിൽ മാത്രമാണ്. നമ്മൾ 2 ഡയമെൻഷനെ നമ്മൾ എന്താക്കി? 2 ഡയമെൻഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്ത്. ഇതാണ് മോഷൻ എങ്കിൽ ഇതിനെ നമ്മൾ 2 ഡയമെൻഷൻ ആക്കി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? ഇക്വേഷൻ ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡൗട്ട് തോന്നിയില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്താക്കുക? ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലായില്ലെങ്കിൽ എന്താക്കുക? വിട്ടുകളയാ, പ്രശ്നമൊന്നുമില്ല, സീനുള്ള കാര്യമൊന്നുമല്ല. സോ അപ്പം നമുക്ക് എന്താക്കാം? ഇവിടെ നമ്മൾ ഈ ഒറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മുതൽ ഇവിടുത്തൊക്കെയുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അതിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്തായിരുന്നു? S = ut + ½ at². ഇവിടെ ഏത് മോഷനാടാ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഇവിടുന്ന് ഒറിസോണ്ടൽ റേഞ്ച് അല്ലേ? അത് എന്തിലാണ് വരുന്നത്? എക്സ് ആക്സിസ് അല്ലേ? ഒറിസോണ്ടൽ മോഷൻ അല്ലേ? സോ നമ്മൾ ഒറിസോണ്ടലിലാന്ന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. Sx, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ux × t = ½ ax/t. ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് ബേസിക്സ് ഞാൻ പറഞ്ഞു തന്നു. എവിടെ എന്തില്ല? ax ഇല്ല. അത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു. അതെന്തെന്നൊക്കെ നേരത്തെ പറഞ്ഞു തന്നു. സോ ഈ ടേം മൊത്തം 0 ആയിപ്പോയില്ലേ? കാരണം ax 0 ആണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ഇത് എന്താവും? മൊത്തം എന്തായി? 0 ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ? Sx = ux/t. xx എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇവിടുത്തെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതെന്താണ്? റേഞ്ച് ആണ്. സോ r ആണ് xx = ux. എന്താ ux എന്ന് പറഞ്ഞാൽ? അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതെന്താ? u cos θ ആണ്. സിമ്പിൾ ആണ്. ആൻഡ് t എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ടോട്ടൽ ടൈം അല്ലേ? ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ എന്താടാ? ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തില്ലേ? അത് നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾ എന്താക്കണം? ബൈ ഹാർട്ട് പഠിക്കണം. ബൈ ഹാർട്ട് പഠിക്കണ്ട. ഇതെങ്ങനെ ഓർത്ത് വെക്കാന്നുള്ള ട്രിക്ക് ഞാൻ എന്താക്കും?
പറഞ്ഞുതരും. ഇത് ടൈം ഓഫ് ഫ്ലൈറ്റ്, ഒറിസോണ്ടൽ റേഞ്ച് ആൻഡ് വെർട്ടിക്കൽ ഹൈറ്റ്, ഇങ്ങനത്തെ 3 സാധനം ഉണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാം. 2 അവിടെ വരുമോ, ജി എവിടെ വരും, 2G ആണോ, sin 2θ ആണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അതൊന്നും പേടിക്കേണ്ട, അതിനുള്ള ട്രിക്കും നമ്മൾ എന്താക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ പറയുന്നുണ്ട്. സോ u cos θ ആൻഡ് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്താ, u sin θ ഡിവൈഡഡ് ബൈ ജി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാടാ, u ഇൻറ്റു യു സ്ക്വയർ, പിന്നെ വരുന്നത് 2 sin θ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്നല്ല വരിക, u ഇൻറ്റു യു സ്ക്വയർ കോസ് തീറ്റ ഇൻറ്റു 2 sin θ ഡിവൈഡഡ് ബൈ ജി. ഇങ്ങനല്ലേ ഈ ഇക്വേഷൻ വരിക. ഈ 2 sin θ കോസ് തീറ്റ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ട്രിഗണോമെട്രീൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. എന്ത്, അതൊരു ഐഡൻറ്റിറ്റിയാണ്. എന്താണ്, sin 2θ നമ്മൾ എന്താക്കും, 2 sin θ കോസ് തീറ്റ എന്ന് എഴുതും. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇവിടത്തേക്ക് മാറ്റാം. എങ്ങനെ വരും ഇത്, യു സ്ക്വയർ sin 2θ ഡിവൈഡഡ് ബൈ ജി. ഇതാണ് എന്ത്, മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ. സിമ്പിൾ അല്ലേ, സിമ്പിളാണ്. പഠിച്ചില്ലേ, പഠിച്ചു. നമുക്ക് അടുത്തതിലേക്ക് പോയിക്കൂടെ. അടുത്താണ് എന്താടാ, വെർട്ടിക്കൽ ഹൈറ്റ്. ഇതിലേക്ക് പോവാം. തേർഡ് ആൻഡ് ലാസ്റ്റ് വൺ എന്താടാ, മാക്സിമം ഹൈറ്റ്. പഠിച്ചോനെ, മാക്സിമം ഹൈറ്റ് എന്താടാ, ഒന്നുമില്ലടാ. നമ്മൾ എന്ത് പറയുന്നു, അത് കണ്ടു കഴിഞ്ഞ പാട് ഗ്രാഫ് വരക്കണു. യു എന്ന് പറഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റിയിൽ നമ്മൾ വിടുന്നു, അത് തീറ്റ ഒറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കണു. ഇത് യു കോസ് തീറ്റ ആണ് അതിൻ്റെ ഒറിസോണ്ടൽ കമ്പോണന്റ്, ഇത് യു സൈൻ തീറ്റ ആണ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഇത് പക്കല്ലേ, പക്കാണ്. ആൻഡ് ഈ ഒറിസോണ്ടൽ മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വെർട്ടിക്കൽ obtained by a projectile. ഈ പ്രൊജക്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിടുന്ന ഈ മാസുള്ള സാധനം, ഈ ഒബ്ജക്റ്റിനാണ് കേട്ടോ പ്രൊജക്ടൈൽ എന്ന് പറയുന്നത്. ഈ മാക്സിമം ഹൈറ്റ് ഒബ്റ്റൈൻഡ് ബൈ എ പ്രൊജക്ടൈൽ. ഏതാണ് മാക്സിമം ഹൈറ്റ്, ഇവിടെ അല്ലേ മാക്സിമം ഹൈറ്റ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലല്ലേ മാക്സിമം ഹൈറ്റ് വരുമോ. ഇങ്ങനെ പോയി ഇതാണ് ഇവിടുന്നാണ് വിടുന്നത്, ഇങ്ങനെ പോയി ടോപ്പത്തുനിന്നല്ലേ മാക്സിമം ഹൈറ്റ് എന്ന് പറയാം. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്ത്, മാക്സിമം ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇതാണ് എന്ത്, മാക്സിമം ഹൈറ്റ്. ഈ മാക്സിമം ഹൈറ്റുള്ള സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, ഇവിടെ എന്തില്ല, വെർട്ടിക്കൽ കമ്പോണൻ്റ് ആയിട്ടുള്ള ഫൈനൽ വെലോസിറ്റി അവിടെ എന്തില്ല, അത് 0 ആണ്. ആൻഡ് ഇവിടെ എന്തുണ്ട്, ആക്സിലറേഷൻ, വെർട്ടിക്കൽ ആക്സിലറേഷൻ ഇല്ലേ, ആക്സിലറേഷൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്, vy 0 ആണ്, ay - g താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, മാക്സിമം ഹൈറ്റ് അല്ലേ. മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലടാ. നമുക്ക് ഇതിനൊക്കെ കണക്ട് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, SY ആണ്. ആൻഡ് ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു 1 ഡയമെൻഷണൽ മോഷനിൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഇല്ലേ, എസും vy യും ay ഒക്കെ കണക്ട് ചെയ്യുന്ന ഉണ്ട്. ഏതാടാ, v² = നമുക്ക് എന്താ അറിയാം, uy ഓൾസോ അറിയാം. uy എന്താ, u sin θ, ഇത് നമുക്കറിയാം. v² ഈ ഇതും 4ഉം കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, u² + 2as. അതുകൊണ്ടാണ് എന്തുണ്ട് ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ ആകെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ, വെർട്ടിക്കൽ മോഷൻ മാത്രമാണ്. കാരണം നമുക്ക് മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അത് വെർട്ടിക്കലിൻ്റെ മാക്സിമം ആണ്. സോ ഇവിടെ അപ്ലൈ ചെയ്യാം. vy² = uy² + 2ay × sy. ഈ sy അല്ലേ മാക്സിമം ഹൈറ്റ്, അതിന് ഏത് ലെറ്റർ വെച്ചാൽ സൂചിപ്പിക്കുക, h എന്ന് പറഞ്ഞ ലെറ്റർ വെച്ചാൽ. സോ sy = h. ഹിയർ vy² എന്ന് വെച്ച് കഴിഞ്ഞാൽ 0² 0, uy² എന്ന് വെച്ച് കഴിഞ്ഞാൽ u² sin² തീറ്റ. പക്ക. 2 × a എത്രയാ, ay എത്രയാ, -g × sy എത്രയാ, h. അപ്പോൾ ഇതെന്താവും, 0 = u² sin² θ - 2gh എന്നാവും. ഈ 2gh മൈനസ് അല്ലേ, അതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കൂടെ. അപ്പോൾ ഇതെന്താവും, +2gh ആവും. സോ h എന്താടാ, h = u² sin² θ / 2g. ഇത്രയേ ഉള്ളൂ. എന്ത്,
ഇതിന്റെ ഡെറിവേഷൻ, ഇത് പഠിച്ചില്ലേ, ഈ 2-3 ഡെറിവേഷൻ പഠിച്ചില്ലേ? സിമ്പിൾ അല്ലേ? ഇനി നമുക്ക് ഇതിന്റെ ട്രിക്കിലേക്ക് പോയി കൂടാ. യെസ്, t is equal to 2u sin theta by g, r is equal to u square sin 2 theta by g, and h is equal to u square sin square 2 theta by 2g. ഇതെങ്ങനെയാ സാറേ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് മാറിപ്പോവാണ്ട് ഓർത്ത് നോക്കുക? സിമ്പിൾ ആണ്. നിങ്ങൾ എന്താ ആലോചിക്കുക? ടോർച്ച് എന്ന് ആലോചിക്കുക. ഈ ഞാൻ സിയും ഓവും ചെറുതാക്കി ഞാൻ അറിഞ്ഞുകൊണ്ട് എഴുതിയതാട്ടോ. ടോർച്ച് എന്ന് ആലോചിക്കുക. എന്താ ടോർച്ച്? ഈ ഫസ്റ്റ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഓഫ് ലൈറ്റ്, അതിൽ 2 ഉണ്ട്. സെക്കൻഡ് ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച്, അതിൽ 2 ഉണ്ട്. എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ്, അതിൽ 3 ഉണ്ട്. ഇത് ഓർത്ത് വെച്ചൂടെ? ഈ ടോർച്ച് എന്നുള്ള രീതിക്ക് തന്നെ ഓർത്ത് വെക്കുക. കാരണം ഫസ്റ്റ് ആ ടി ആ വരുന്നത്, സെക്കൻഡ് ആറാ വരുന്നത്, തേർഡ് എന്താ വരുന്നത്? എച്ച് ആ വരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? ടി ഈസ് ഈക്വൽ ടു ആർ ഈസ് ഈക്വൽ ടു എച്ച് ഈസ് ഈക്വൽ ടു, എല്ലാത്തിനും കോമൺ ആയിട്ട് എന്ത് വരുന്നുണ്ടടാ? യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി വരുന്നില്ലേ? യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി വരുന്നില്ലേ? യെസ്, യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഇത് 3നും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ എന്താ ഉള്ളത്? ടിയിൽ എന്തുണ്ട്? 2 ഉണ്ട്. ആ 2 എവിടെ വരിക? ഇവിടെ ഇട്ട് കൊടുക്കുക. ആൻഡ് ആറിൽ എന്തുണ്ട്? 2 ഉണ്ട്. അതെന്താക്കുക? 2 ഇവിടെ ഇട്ട് കൊടുക്കുക, 2 ഇവിടെ ഇട്ട് കൊടുക്കുക. ആൻഡ് സിയിൽ, അഥവാ സി അല്ല എച്ചിൽ എന്തുണ്ട്? 3 വരുന്നുണ്ട്. 2 ഇവിടെ ഇട്ട് കൊടുക്കുക, 2 ഇവിടെ ഇട്ട് കൊടുക്കുക, 2 ഇവിടെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂടാ. എന്ത് ഇതിന്റെ ഇക്വേഷൻസ് സിമ്പിൾ ആയില്ലേ? ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെച്ചുകൂടെ? ആൻഡ് വൺ മോർ തിങ്, ഇവിടെ വരുന്നത് സൈൻ സ്ക്വയറാ വരുക, അടിയിൽ 2g വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾ എന്താ ആലോചിക്കുക? ഈ 2g വരുമ്പോൾ മാത്രമേ സൈൻ സ്ക്വയർ വരൂ എന്നാലോചിക്കുക. അടിയിൽ 2g വരുമ്പോൾ മാത്രമേ സൈൻ സ്ക്വയർ വരൂ. ജി വരുമ്പോൾ 2 തീറ്റയാണ് വരുന്നത്, ജി വരുമ്പോൾ ഇവിടെ ആകെ ടി ആണ്, ഒറ്റ 2 ഉള്ളൂ. അതുകൊണ്ട് അവിടെ എന്താക്കുക? ഫസ്റ്റിൽ ആ 2 ഇട്ട് കൊടുക്കുന്ന ആലോചിച്ചൂടെ? ഇത്രയേ ഉള്ളൂ എന്താ ഇതിന്റെ ട്രിക്ക്. സോ നമുക്ക് ഇനി അടുത്ത എന്താക്കുക? ന്യൂമറിക്കലിലേക്ക് പോയിക്കൂടെ? നിങ്ങളൊക്കെ റെഡി ആവാ. ആൻഡ് നിങ്ങൾക്ക് ഒരു ബ്രേക്കൊക്കെ വേണേൽ നിങ്ങൾ പോയി എന്താക്കുക? വെള്ളമൊക്കെ കുടിക്കുക, പാട്ടൊക്കെ പാടുക, ഡാൻസ് ഒക്കെ കളിക്കുക, ഒക്കെ സെറ്റാക്കുക. ആൻഡ് 5 മിനിറ്റ് കൊണ്ട് എന്താക്കുക? വന്നിരിക്കുക. സോ അടുത്ത ന്യൂമറിക്കലിന്റെ സെക്ഷനാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പോയിക്കൂടെ? പോവാം. അടുത്ത നമ്മളെ സെക്ഷനാണ് ന്യൂമറിക്കൽ സെക്ഷൻസ്. ഈ കുട്ടികൾ മെയിനായിട്ട് ഈ എക്സാമിന് ഏറ്റവും കൂടുതൽ ടഫായിട്ട് തോന്നുന്ന ഭാഗം എന്താ? അവർക്ക് ഈ ന്യൂമറിക്കൽ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ടഫാണെന്നാണ് പറയണത്. ബട്ട് അവർക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടുള്ള അപ്രോച്ച് അവർക്ക് അറിയില്ല. ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്താ? ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ്. മാർക്ക് അതുപോലെ തന്നെ വരും. വളരെ സിമ്പിളാണ്. നിങ്ങൾ അതിൽ കൂടുതൽ എഫേർട്ട് ഒന്നും ഇടണ്ട, അതൊന്ന് ചെയ്ത് പഠിച്ചാൽ മതി. സോ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പത്തിൽ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് പ്രൊജക്റ്റഡ് എ പ്രൊജക്ടൈൽ വിത്ത് എ വെലോസിറ്റി 20 meter per second at an angle 30 degree to the horizontal. Find the time of flight, height and range. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഇത് നമുക്ക് എന്താക്കാം? ഒന്ന് എളുപ്പത്തിൽ ചെയ്യാം. ഈ ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താക്കാം? ഇഷ്ടമുള്ള പേര് കൊടുത്തോ. നിങ്ങളെ സാറിന്റെ പേരോ നിങ്ങളുടെ കമ്പനിക്കാരന്റെ പേരോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആരാന്നറിയോ? എന്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. എന്റെ ഫേവറേറ്റ് ആര്? കുട്ടപ്പൻ. സോ കുട്ടപ്പൻ പ്രൊജക്ടൈൽ ഇതെന്താക്കാം? നമുക്ക് ആദ്യം ഫിഗർ ആക്കി മാറ്റാം. പ്രൊജക്ടൈലാണ്, 20 meter per second അത് എറിയണത്. സോ 20 meter per second എന്താ? അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി. അത് എറിയണത് 20 meter per second പറഞ്ഞെങ്കിൽ. ആൻഡ് ആംഗിൾ 30 degree ടു ദ ഹൊറിസോണ്ടൽ ഡിഗ്രി എത്രയാ? ഹൊറിസോണ്ടലിന് 30 degree ആണ് അതുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. നമ്മളോട് ചോദിച്ചത് ഇതൊക്കെ കാണാനാണ്. ഇതായല്ലോ. വേണേ നമുക്ക് എന്താക്കാം? ഒരു രസത്തിന് എന്താക്കാം? കുട്ടപ്പനെയും വരക്കാം. കുട്ടപ്പൻ പ്രൊജക്റ്റഡ്. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. കുട്ടപ്പൻ ഒരു കല്ലെടുത്ത് വിചാരിച്ചാൽ മതി. കുട്ടപ്പൻ പ്രൊജക്റ്റൈൽ സെറ്റല്ലേ? ഇത്രയല്ലേ? ഇത് നിർബന്ധമില്ല. അല്ല ഇത് വേണ്ട. എന്താക്ക? ഇത്രയും ഓക്കെ അല്ലടാ? ഫിഗർ ആക്കി മാറ്റി. നമ്മളെ 50% എന്തായി? കംപ്ലീറ്റ് ആയല്ലോ. ഇത്രയും കൊണ്ട് ഫിഗർ ആക്കി മാറ്റി കഴിഞ്ഞാൽ 50% കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്ന സാധനങ്ങൾ, ക്വസ്റ്റ്യനിൽ തന്ന സാധനങ്ങൾ എടുത്ത് എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി തന്നിട്ടുണ്ട് 20 meter per second. ഓക്കെ അല്ലേ? നമുക്ക് ആംഗിൾ ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തന്നിട്ടുണ്ട് 30 degree. നമുക്ക് പിന്നെ ചോദിച്ചത്
ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെത്, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെത്, അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റിൻ്റെത്. ഇതാ ഇക്വേഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ? വളരെ സിമ്പിൾ അല്ലേ? 2u sin θ ഡിവൈഡഡ് ബൈ g. ആദ്യം നമ്മൾ എന്താക്കുക? ഫിഗർ ആക്കി വരക്കുക. ആൻഡ് രണ്ടാമത് എന്താക്കുക? അതിൽ നിന്ന് തന്ന സാധനം എഴുതുക. മൂന്നാമത് എന്താക്കുക? ആ ഇക്വേഷൻ എഴുതുക. ഈ ഇക്വേഷൻ്റെ അകത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്താൽ പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ടൈം ഓഫ് ഫ്ലൈറ്റ് സിമ്പിൾ അല്ലേ? 2 എന്താ? 2 തന്നെ. u എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇനീഷ്യൽ വെലോസിറ്റി. അത് എത്രയാ? 20 m/s. ആൻഡ് സൈൻ തീറ്റ അത് എത്രയാ? സൈൻ 30 ഡിവൈഡഡ് ബൈ g എത്രയാ? g നമ്മൾ ജനറലി എടുക്കുക എത്രയാ? 10 m/s ആയിട്ടല്ലേ, സെക്കൻഡ് സ്ക്വയർ ആയിട്ടല്ലേ നമ്മൾ എടുക്കുക? അല്ലേ എടുക്കുക? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 10 അല്ലടാ കള്ളന്മാരെ. അപ്പൊ അതെന്താക്കുക? 10. സൈൻ 30 എത്രടാ? സൈൻ 30 ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കറിയാം. സൈൻ 30 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടത്തെ കൈ എടുക്കുക, അതിന്റെ 30 ഡിഗ്രി ഇപ്പോൾ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ 2. ഫിംഗേഴ്സ് ബിലോ എത്രയാ? 1. ആൻഡ് അപ്പൊ അതെന്താ? സൈൻ 30 1/2 ആവും. സൈൻ 30 ഈസ് ഈക്വൽ ടു 1/2. ഇതും വെട്ടി ആൻഡ് 20 ഡിവൈഡ് ബൈ 2 സെക്കൻഡ്സ് നമുക്ക് കിട്ടിയില്ലടാ. ടൈം ഓഫ് ഫ്ലൈറ്റ് 2 seconds എന്ന് കിട്ടി. ഓക്കെ, അടുത്ത നമ്മളോട് എന്താ ചോദിച്ചത്? ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് വെച്ചാല് ലാസ്റ്റ് u² sin² θ ഡിവൈഡഡ് ബൈ 2g അല്ലേ ഹൈറ്റിന്റെ ഇക്വേഷൻസ്? അല്ലേ? ആ u² എത്രയാ? 400. 200ന്റെ സ്ക്വയർ 400. sin² എത്രയാ? sin² θ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2ന്റെ സ്ക്വയർ. 1/2ന്റെ സ്ക്വയർ എത്രയാ? 1/2 സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ആണ്. അപ്പൊ 1/4 ഡിവൈഡഡ് ബൈ 2 × 10. സിമ്പിൾ അല്ലേ? 1/4 4 വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 100 ബാക്കി. ആൻഡ് 100 ഡിവൈഡഡ് ബൈ 20 എത്രയാടാ? 5 അല്ലേ? 5 മീറ്റർ. സിമ്പിൾ അല്ലേ? ഇനി അടുത്തെന്താ ക്വസ്റ്റ്യൻ? അടുത്തെന്താടാ ക്വസ്റ്റ്യൻ? നമുക്ക് റേഞ്ച് കാണാം. റേഞ്ച് കാണാനുള്ള ഇക്വേഷൻസ് എന്താ? സിമ്പിൾ ആണ്. റേഞ്ച് എന്ന് വെച്ചാൽ u² sin 2θ ഡിവൈഡഡ് ബൈ g അല്ലേ? u² എത്രയാ? 400. u² എന്ന് വെച്ചാൽ 200 സ്ക്വയർ. 20ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 400. ആൻഡ് സൈൻ 2θ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ 60. 2 × 30 അത്രയാ? സൈൻ 60 ഓൾ ഡിവൈഡഡ് ബൈ g എത്രയാ? 10. ഇതും വെട്ടിപ്പോയി കഴിഞ്ഞാൽ 100 ഇവിടെ വരും. സോറി, 100 അല്ല. ഇതും വെട്ടി കഴിഞ്ഞാൽ 40 ഇവിടെ വരും. 40 ഇവിടെ വരും. സൈൻ 30 എന്ന് വെച്ചാൽ എത്രയാ? സൈൻ 60 എന്ന് വെച്ചാൽ √3/2 ആണ്. അപ്പൊ 40 ഡിവൈഡഡ് ബൈ √3/2 ഇതെത്ര കിട്ടും? 20 √3 എന്തെന്ന് കിട്ടും? മീറ്റർ എന്ന് കിട്ടും. ഇവിടെ എന്താണ്? 5 മീറ്റർ ആണ്. ഇവിടെ സെക്കൻഡ് ആണ്. യൂണിറ്റ് ഏതാ? മറന്നു പോരുത്. സിമ്പിൾ അല്ലേടാ? ഇനി നമുക്ക് എന്താക്കാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കൂടെ? കാരണം ഇങ്ങനെ തന്നെയാട്ടോ നിങ്ങൾ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ട. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഫിഗർ വരക്കുക. അതിന് ശേഷം നമുക്ക് എന്താക്കുക? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുക, പിന്നെ ഇക്വേഷൻസ് എഴുതുക, പിന്നെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ സിമ്പിൾ ആയതുകൊണ്ടാട്ടോ ഞാൻ ഓരോന്നും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ടുന്നത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ അല്ലടാ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ആംഗിൾ ഷുഡ് ബി എ പ്രൊജക്ടൈൽ projected so that the range is maximum. ഇതാണ് ക്വസ്റ്റ്യൻ. റേഞ്ച് മാക്സിമം ആകുന്ന ആംഗിൾ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് കുറെ ചോദ്യം വരും. ഹൈറ്റ് മാക്സിമം ആകുന്നപ്പോഴാ, അല്ലെങ്കിൽ റേഞ്ച് മിനിമം ആകുന്നപ്പോഴാ, അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻ വരും. സോ റേഞ്ച് മാക്സിമം എന്ന ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അടുത്തത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. റേഞ്ചിന്റെ ഇക്വേഷൻ എന്താടാ? മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ എന്താടാ? റേഞ്ചിന്റെ ഇക്വേഷൻ R is equal to u² sin 2θ ഡിവൈഡഡ് ബൈ g അല്ലേ? ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ഇത് മാക്സിമം ആവണമെങ്കിൽ ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംഗിൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ഡിസ്റ്റൻസ് അല്ലേ ഈ റേഞ്ച് എന്ന് പറയുന്ന സാധനം. അത് മാക്സിമം ആവുക ഏത് ആംഗിളിൽ എറിഞ്ഞാലാ? നിങ്ങൾക്ക് നീരജ് ചോപ്രയെ അറിയില്ലേ? അറിയാം. നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ജാവലിംഗ് കളിക്കണ നീരജ് ചോപ്ര. ഇത് നീരജ് ചോപ്രയാന്ന് വെക്കുക. അയാൾ എന്തെറിയുന്നത്? ജാവലിംഗ് എറിയുന്നത്. അപ്പോൾ ഈ ജാവലിംഗ് ഏത് ആംഗിളിൽ എത്ര വെലോസിറ്റിയിൽ എറിഞ്ഞാലാണ് ഇത്ര റേഞ്ച് മൂപ്പർക്ക് ഏറ്റവും മാക്സിമം റേഞ്ച് കിട്ടല്ലേ? ആ ജാവലിംഗിന്റെ പ്രൊജക്ടൈൽ ഏതാ പാരാബോളിക് അല്ലേ? അതൊരു പ്രൊജക്ടൈൽ മോഷൻ അല്ലേ? സോ അതിന് മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ ഇന്ന ആംഗിൾ എറിഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ആ ആംഗിൾ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടൂലേ? നമുക്ക് ഗോൾഡ് മെഡൽ അടിച്ചൂടെ? ഇത് ഗോൾഡ് മെഡൽ ആട്ടോ.
ഈ ഗോൾഡ് മെഡൽ അടിച്ചൂടെ? സോ ഇങ്ങനെയുള്ള കേസുകളിലാണ് ഇങ്ങനത്തെ സാധനം അപ്ലിക്കബിൾ. നിങ്ങൾ വരേണ്ടത് സിമ്പിൾ സാധനം ഒന്നല്ല, സിമ്പിൾ സാധനമാണ് ഇത്. സിമ്പിൾ ഒന്നല്ല, നമുക്ക് റിയൽ ലൈഫിലൊക്കെ യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളാണ്. സോ അയാൾ ഏത് ആംഗിളിൽ വിട്ടാലായിരിക്കും മാക്സിമം റേഞ്ച് കിട്ടുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ ഈ സൈൻ തീറ്റ, ഈ യു സ്ക്വയർ നമുക്ക് മാറ്റാൻ പറ്റും, ജി മാറ്റാൻ പറ്റും. ഈ സൈൻ തീറ്റേന്റെ വാല്യൂ, സൈൻ തീറ്റ വേരി ചെയ്യുന്ന എവിടുന്ന് എൻ്റെ ഇടയിലാണ്? സൈൻ തീറ്റേന്റെ വാല്യൂ 1-ന്റെയും -1-ന്റെയും 1-ന്റെ ഇടയിൽ കിടന്നാൽ കളിക്കുക. 1 കിട്ടും -1 കിട്ടും, അതിന്റെ ഇടയിലാ പോകും, അതിന്റെ മാക്സിമം പോകില്ല. അപ്പോൾ ഇത് ഏറ്റവും മാക്സിമം ആവണമെങ്കിൽ ഈ സൈൻ്റെ ഈ വാല്യൂ എന്താവണം? 1 ആവണ്ടേ? അതല്ലേ മാക്സിമം. ഇതേ ഇൻറ്റു മാക്സിമം, ഇത് മാക്സിമം ചെയ്തു കഴിഞ്ഞാലല്ലേ ഇതിന്റെ റിസൾട്ട് കൂടൂ. ഈ സാധനം കൂടിക്കഴിഞ്ഞാലല്ലേ ഈ റേഞ്ച് കൂടൂ, കാരണം മൾട്ടിപ്ലൈഡ് ബൈ അല്ലേ. സോ ഈ സാധനത്തിന്റെ മാക്സിമം വാല്യൂ എപ്പോഴാണ് കിട്ടുക? മാക്സിമം വാല്യൂ ഇത് കിട്ടുക 1 ആ. സൈനിന്റെ മാക്സിമം റേഞ്ച് എത്രയാ? 1 ആ. സോ സൈൻ 2θ എന്താവണം? സൈൻ 2θ 1 ആവണം. സൈൻ 2θ 1 ആവണം. എടാ നിങ്ങൾക്കറിയാം സൈൻ എത്രയാ 1? സൈൻ 0 ആണ്, അതറിയാം, എല്ലാവർക്കും അറിയാം. സൈൻ 90 എന്താണ്? സൈൻ 90 എന്താണ്? 1 ആണ്. ഈ ഇക്വേഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. സൈൻ 0 അത് നമുക്കറിയാം. ഈ സൈൻ 90 1 ആണ്, സൈൻ 2θ 1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഈ 2θ അല്ലേ 90? അല്ലേ? സൈൻ 90 1 ആണ്. ഈ LHS ഓക്കെ, RHS ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ 2θ അല്ലേ 90? 2θ 90 എങ്കിൽ 2θ ഈസ് ഈക്വൽ ടു 90 എന്ന് വെച്ചാൽ ഇത് 1 കിട്ടണം. ഇത് 1 കിട്ടിക്കഴിഞ്ഞാലേ R എന്താവൂ? R മാക്സിമം ആവും. ഓക്കെ. ആൻഡ് അങ്ങനെയുള്ള കേസിൽ 2θ എന്താവണം? ഈ സൈൻ 2θ 1 ആവണം. സൈൻ 90 നമുക്കറിയാം 1 ആണ്. അങ്ങനെയാണെങ്കിൽ 2θ 90 ആണ്. അപ്പൊ 2θ ഈസ് ഈക്വൽ ടു 90, θ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ഡിവൈഡഡ് ബൈ 2. ഈ 2 ഇപ്പുറം വന്ന്, അപ്പൊ അത് എത്ര കിട്ടും? 45 ഡിഗ്രി കിട്ടും. അതാണ് എന്ത്? മാക്സിമം റേഞ്ച് കിട്ടാനുള്ള കണ്ടീഷൻ. നിങ്ങൾക്ക് ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട് എന്ന് വെക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു 20 മീറ്റർ പെർ സെക്കൻഡില 20 മീറ്റർ പെർ സെക്കൻഡ് മാക്സിമം ജാവൽ എറിയാൻ പറ്റുമെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അത് മാക്സിമം റേഞ്ച് കിട്ടണമെങ്കിൽ നീ ആ ആംഗിള് 45 ഡിഗ്രിയിൽ എറിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന റേഞ്ച് എന്തായിരിക്കും? R മാക്സിമം ആയിരിക്കും. അത്രേ ഉള്ളൂ. ഇതാണ് എന്ത് ഒരു ന്യൂമറിക്കലി ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇവിടെ ഹൈറ്റ് മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ അതെന്താക്കണം, ഏതെങ്കിലും എന്നൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഈ കൺസെപ്റ്റ് ഉപയോഗിക്കുക. സിമ്പിൾ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൊടുക്കണം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രൊജക്ടൈൽ ഈസ് ലോഞ്ച്ഡ് വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് അറ്റ് ആൻ ആംഗിൾ 30 ഡിഗ്രി. ഫൈൻഡ് ദ വെർട്ടിക്കൽ കമ്പോണന്റ് ഓഫ് ദ വെലോസിറ്റി. നമ്മളോട് പറഞ്ഞത് എന്താ? 30 ഡിഗ്രിയിൽ 10 മീറ്റർ പെർ സെക്കൻഡിലുള്ള സാധനം നമ്മൾ എന്താക്കി? എറിഞ്ഞു. ആൻഡ് നമ്മളോട് ചോദിച്ചത് ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റാ. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് വെച്ചാൽ ഇതല്ലേ? അതെന്താണ്? യു സൈൻ തീറ്റ അല്ലേ? ഹിയർ യു എന്താണ്? 10 അല്ലേ? യു ഈസ് ഈക്വൽ ടു ഇവിടെ 10 ആണ്, തീറ്റ ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. ആൻഡ് വെർട്ടിക്കൽ കമ്പോണന്റ് യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ആണ്. ആൻഡ് യു സൈൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താടാ? 10 ഇൻറ്റു സൈൻ 30 ഡിഗ്രി. 10 ഇൻറ്റു സൈൻ 30 എന്ന് വെച്ചാൽ 10 ഇൻറ്റു സൈൻ 30 1/2 ആണ്. ആൻഡ് ഈ 1/2 എങ്ങനെയാ? സൈൻ 30 സൈൻ 60ന്റെ വാല്യൂയിൽ എങ്ങനെയാണ് എളുപ്പത്തിൽ എഴുതുന്നതെന്ന് ഞാൻ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി എടുത്ത് കാണാം, യൂസ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. യൂണിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. സിമ്പിൾ അല്ലടാ? ഇത് വളരെ സിമ്പിൾ ആയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതും സിമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതാണ് ഞാൻ നേരത്തെ ബേസിക്സ് പഠിപ്പിച്ചു തന്ന ക്വസ്റ്റ്യൻസ്. സോ ഫൈൻഡ് ദ റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം ഹൈറ്റ് ആൻഡ് മാക്സിമം റേഞ്ച്. മാക്സിമം റേഞ്ചും മാക്സിമം ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. മാക്സിമം ഹൈറ്റും മാക്സിമം റേഞ്ചും തമ്മിലുള്ള എന്ത് റേഷ്യോ ആണ് ചോദിച്ചത്. മാക്സിമം റേഞ്ച് എന്താ? R ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ ജി ആണ് എന്ത്? റേഞ്ചിന്റെ ഇക്വേഷൻ. എച്ചിന്റെ ഇക്വേഷൻ എന്താ? യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g അല്ലേ? അല്ലേടാ? ആണ്. സോ ഈ മാക്സിമം റേഞ്ച് ആവുമ്പോൾ ഈ കമ്പോണന്റ് എന്താവും? ഞാൻ നിങ്ങളോട് പറഞ്ഞിക്ക് സൈൻ്റെ വാല്യൂ മാക്സിമം കിട്ടണമെങ്കിൽ അത് 1 ആയിരിക്കണം. നേരത്തെ പഠിപ്പിച്ചു, അതാ പറഞ്ഞ അതുണ്ടെങ്കിലും മതിയടോ.
അത് മതിയടോ. സോ റേഞ്ച് എന്താവും? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആവും. അതാണ് എന്ത്? ആർ മാക്സിമം. ഓക്കെ, ആർ മാക്സിമം നമുക്ക് കിട്ടി എന്ത്? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടി. ഇനിയിപ്പോ എച്ച് മാക്സിമം ആവണമെങ്കിൽ ഈ സൈൻ തീറ്റേന്റെ വാല്യൂ, ഈ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ സൈൻ തീറ്റ ഇൻറ്റു സ്ക്വയർ ആണ് എന്ത്? സൈൻ സ്ക്വയർ തീറ്റ എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ ആണ്. സോ ഇതിന്റെ വാല്യൂ മാക്സിമം ആവണമെങ്കിൽ ഇതെന്താണ്? സൈൻ തീറ്റന്റെ വാല്യൂ 1 ആവണം. സോ അതെങ്ങനെയാണെങ്കിൽ യു സ്ക്വയർ സൈൻ തീറ്റന്റെ വാല്യൂ 1 ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g അല്ലേ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ണിന്റെ സ്ക്വയർ എന്താ? 1 തന്നെ. അപ്പൊ യു സ്ക്വയർ ബൈ 2g ആണ് എന്തടാ? ഹൈറ്റിന്റെ മാക്സിമം. നമ്മളോട് ചോദിച്ചത് റേഷ്യോ ബിറ്റ്വീൻ മാക്സിമം ഹൈറ്റ് ആൻഡ് ദ മാക്സിമം റേഞ്ച്. സോ നമ്മളോട് ചോദിച്ചതെന്ന് വെച്ചാൽ എച്ച് മാക്സ് ഡിവൈഡഡ് ബൈ ആർ മാക്സ് ആണ്. എന്ന് വെച്ചാൽ മാക്സിമം ഹൈറ്റ് ആൻഡ് മാക്സിമം റേഞ്ച് ആയതുകൊണ്ട് ഇങ്ങനെയാണ് എഴുതേണ്ടത്. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ എന്താ? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2g ആണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ആൻഡ് മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? യു സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എ ബൈ ബി ഓൾ ഡിവൈഡഡ് ബൈ സി ബൈ ഡി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ബേസിക്സ് ആയിട്ട് മാത്തമാറ്റിക്സ് പഠിച്ചതാണ്. സോ നിങ്ങൾ അത് പഠിച്ചു വന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എന്താ? എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി ആണ് ഇതിന്റെ റിസൾട്ട്. എ ബൈ ബി ബൈ സി ബൈ ഡി ആണെങ്കിൽ എ ബൈ ബി ഇൻറ്റു ഡി ബൈ സി ആണ് ഇതിന്റെ റിസൾട്ട്. അതേപോലെ ഇതാണല്ലോ ഇവിടെ എ, ഇതാണല്ലോ ഇവിടെ ബി, ഇതാണല്ലോ ഇവിടെ സി, ഇതാണല്ലോ ഇവിടെ ഡി. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് മാറ്റിക്കൂടെ? എ ബൈ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്ക്വയർ ബൈ 2g ഇൻറ്റു സി. ഡി ബൈ സി ആവുമ്പോൾ ഡി എന്താണ്? ജി ആണ്. ബൈ സി ആവുമ്പോൾ യു സ്ക്വയർ ആണ്. ഈ യു സ്ക്വയറും മുകളിലും താഴെയും ഒരുപോലെ വന്നു കഴിഞ്ഞാൽ എന്താക്കണം? വെട്ടിക്കളയണം. ഇവിടെ എന്ത് വന്നു? ജി വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എച്ച് മാക്സ് ഡിവൈഡഡ് ബൈ ആർ മാക്സ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ മുകളിൽ 1 ഉണ്ടാവും, ആകെ അടിയിൽ 2 ഉണ്ടാവും. സോ 1/2. സിമ്പിൾ. ഇത്ര എളുപ്പത്തിൽ ചെയ്യടാ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത്രയും സിമ്പിൾ ആക്കിയാ ഞാൻ പറഞ്ഞത്. എനിക്കിങ്ങനെ ടിഷ് എന്ന് പറഞ്ഞ വെട്ടി 1/2 എന്ന് എഴുതേണ്ടതേനുള്ളൂ. ബട്ട് എന്താക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. മനസ്സിലായില്ലടാ? സിമ്പിൾ അല്ലടാ. ഇനി നമുക്ക് അടുത്ത കുറച്ച് ലെവൽ കൂടിയതിലേക്ക് പോയിക്കൂടെ? ലെറ്റ്സ് ഗോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് എന്താ നിങ്ങൾക്ക് ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. കണ്ടു കഴിഞ്ഞാൽ ഒരു ടഫ് ആയിട്ടൊക്കെ തോന്നും. ബട്ട് എളുപ്പത്തിൽ കൺസെപ്റ്റ് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതായിരുന്നുള്ളൂ എന്നുള്ള ചിന്തയിൽ നിങ്ങൾ എന്താക്കും? ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യും. സോ ക്വസ്റ്റ്യൻ വായിക്കാം. കുട്ടപ്പൻ projected at the angle 45 degree minus theta and the 45 degree plus theta. The ratio of range are ഒന്നുമില്ല. കുട്ടപ്പൻ എന്ന് പറഞ്ഞ ആള് എന്താക്കി? 45 ഡിഗ്രി പ്ലസ് തീറ്റയിലും എറിഞ്ഞ് 45 ഡിഗ്രി മൈനസ് തീറ്റയിലും എറിഞ്ഞ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റനെ തൽക്കാലം നിങ്ങൾ ഒരു 30 ഡിഗ്രി ആയിട്ട് കൺസിഡർ ചെയ്യാം തൽക്കാലത്തേക്ക്. ഈ കുട്ടപ്പൻ എന്ന് പറഞ്ഞ വ്യക്തി 45 മൈനസ് 30 എത്രയാ? 15 ഡിഗ്രിയിലും എറിഞ്ഞ് 45 പ്ലസ് 30 എത്രയാ? 75 ഡിഗ്രിയിലും എറിഞ്ഞ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഞ്ച് ഉണ്ടാവല്ലോ. ആദ്യം എറിഞ്ഞതിന് ഒരു റേഞ്ച് ഉണ്ടാവല്ലോ R1 എന്ന്, രണ്ടാമത് എറിഞ്ഞതിന് ഒരു റേഞ്ച് ഉണ്ടാവല്ലോ R2 എന്ന്. ഈ രണ്ട് റേഞ്ചും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. അത് കഴിഞ്ഞാൽ ഇത് എളുപ്പമായിരിക്കും. ഈ കുട്ടപ്പൻ പണ്ടൊരിക്കല് എന്താക്കി? ഇതേപോലെ ഒരു കല്ലെടുത്തിട്ട് എന്താക്കി? 20 ഡിഗ്രിയിൽ എറിഞ്ഞ് ഇവിടെ എത്തി. 20 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോൾ ഇവിടെ എത്തി. അതേ കുട്ടപ്പൻ വീണ്ടും 70 ഡിഗ്രിയിൽ അതേ വെലോസിറ്റിയിൽ എന്താക്കി? വീണ്ടും എറിഞ്ഞ്. എത്ര ഡിഗ്രിയിൽ? 70 ഡിഗ്രി. ഇത് ടോട്ടൽ എത്രയാ? ഇത് 70 ഡിഗ്രി, ഇത് മാത്രം എന്താ? 20 ഡിഗ്രി. അപ്പോഴെന്താക്കി? കുട്ടപ്പൻ എന്താക്കി? രണ്ട് R1 എന്ന് പറഞ്ഞ റേഞ്ചും R2 എന്ന് പറഞ്ഞ റേഞ്ചും സെയിം കിട്ടി. 70 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോഴും റേഞ്ച് സെയിം കിട്ടി, 20 ഡിഗ്രിയിൽ എറിഞ്ഞപ്പോഴും സെയിം കിട്ടി. അതേ കുട്ടപ്പൻ വീണ്ടും ഒരു ദിവസം എന്താക്കി? 30 ഡിഗ്രിയിൽ എറിഞ്ഞ് എന്താക്കി? 60 ഡിഗ്രിയിൽ എറിഞ്ഞ്.
അപ്പോഴും എന്തായി, കുട്ടപ്പന് വേറൊരു റേഞ്ച് കിട്ടി. ഈ റേഞ്ച് അല്ല കേട്ടോ, ആദ്യത്തെ റേഞ്ച് അല്ല കേട്ടോ. 70 മറ്റേതും മാച്ച് കളിയാ എന്താക്കി, 30 എറിഞ്ഞ് 60 എറിഞ്ഞ്. അപ്പോഴും എന്താക്കി, സെയിം റേഞ്ച് കിട്ടി. അപ്പൊ ഈ കുട്ടപ്പൻ എന്താക്കി, ഈ ആംഗിൾ വെച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞ സമയത്ത് അത് 20 70 എറിഞ്ഞ്, പിന്നെ 30 60 എറിഞ്ഞ്, അതിനുശേഷം 40 50 എറിഞ്ഞ്, അങ്ങനെയൊക്കെ ആംഗിൾ കിട്ടി. ഇങ്ങനെയൊക്കെ എറിയുമ്പോൾ റേഞ്ച് സെയിം കിട്ടാൻ തുടങ്ങി. അപ്പൊ കുട്ടപ്പൻ എന്ത് മനസ്സിലായി, ഈ ആംഗിൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ θ1 + θ2 കൂട്ടിയപ്പോൾ എന്ത് കിട്ടി, 90 ഡിഗ്രി കിട്ടി. ഇത് രണ്ട് കൂട്ടിയപ്പോൾ 90 ഡിഗ്രി കിട്ടി, ഇത് കൂട്ടിയപ്പോൾ 90 ഡിഗ്രി കിട്ടി, ഇത് കൂട്ടിയപ്പോൾ 90 ഡിഗ്രി കിട്ടി. അങ്ങനെയുള്ള ഇതിനെ എന്ത് പേര് വിളിക്കും നമ്മൾ എന്നറിയോ? ഇതാണ് കോംപ്ലിമെന്ററി ആംഗിൾ. കോംപ്ലിമെന്ററി ആംഗിൾ. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ 90 കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് ആംഗിളിലും എറിയുന്ന പ്രൊജക്ടൈലിന്റെ റേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതാണെന്ത് കുട്ടപ്പൻ കണ്ടുപിടിച്ചതല്ല, ഇത് ഏതോ ആള് കണ്ടുപിടിച്ച ആളെ എനിക്കറിയില്ല. സോ അങ്ങനെ ഈ θ1 + θ2 എറിഞ്ഞു കഴിഞ്ഞ് അതിന്റെ സമ്മ് 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ആംഗിൾ എന്തായിരിക്കും, റേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇങ്ങനെയുള്ള ആംഗിളിനെ പറയുന്ന പേരാണ് എന്ത്, 90 ഡിഗ്രി. അതേ സ്ഥാനത്ത് ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. നിങ്ങൾ ഇത് എന്താക്കുക, കറക്റ്റ് എഴുതിയെടുക്കുക. കുട്ടപ്പൻ പ്രൊജക്ടൈൽ അറ്റ് ആംഗിൾ θ1 എന്ന് പറഞ്ഞാൽ എന്താ, 45 ഡിഗ്രി മൈനസ് θ ആണ്. എന്ന് വെച്ചാൽ അതൊരു ആംഗിൾ ആണ്. ഇപ്പൊ θ ലെറ്റ് ബി 30 ആണെങ്കിൽ അതെന്താവും, 15 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതൊരു ആംഗിൾ അല്ലേ. ആൻഡ് θ2 എന്താണ്, 45 ഡിഗ്രി പ്ലസ് θ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഞ്ചാ ചോദിച്ചത്. റേഞ്ച് സെയിം ആവണമെങ്കിൽ എന്തായിരുന്നു കൺസെപ്റ്റ്, ഈ θ1 + θ2 എന്തായാൽ മതി, 90 ഡിഗ്രി ആണെങ്കിൽ, കോംപ്ലിമെന്ററി ആണെങ്കിൽ അതിന്റെ റേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇത് θ1 + θ2 എന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയേ, വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്ന് വെച്ചാൽ എന്താ വരിക, 45 ഡിഗ്രി മൈനസ് θ പ്ലസ് 45 ഡിഗ്രി പ്ലസ് θ. ഈ മൈനസ് θയും കട്ട് ചെയ്ത് പോയി, പ്ലസ് θയും കട്ട് ചെയ്ത് പോയി. -1 + 1 എന്ന് വെച്ചാൽ എന്താ, 0 അല്ലേ. അതേപോലെ -θ പ്ലസ് θ എന്തായി, 0 ആയി, അത് പോയി. അങ്ങനെ 45 + 45 90 ഡിഗ്രി കിട്ടി. അങ്ങനെ ഈ രണ്ട് ആംഗിളിലും എറിയുന്നതിനാ കിട്ടുന്ന റേഞ്ച് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ റേഞ്ചിന്റെ റേഷ്യോ എന്താ വരിക, 1:1 തന്നെ ആയിരിക്കും. θ1 എറിഞ്ഞു കഴിഞ്ഞാലും θ2 എറിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ റേഞ്ച് 1 ആണ്. എന്തുകൊണ്ട്, അതൊരു കോംപ്ലിമെന്ററി ആംഗിൾ ആണ്. കാരണം നമുക്ക് എന്ത് കിട്ടി, θ1 θ2 ചെയ്തപ്പോ സമ്മ് 90 കിട്ടി. ആൻഡ് നിങ്ങൾ എന്താക്കുക, ഒന്നും കൂടി ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇതാണെന്ത് നമ്മളെ ക്വസ്റ്റ്യൻ. ഇതൊക്കെ മറന്നു കളിയാ. കുട്ടപ്പൻ എന്താക്കി, 45, ഇതാണല്ലോ 45 ഡിഗ്രി, ഇതാണ് ഏകദേശം 45 ഡിഗ്രി. കറക്റ്റ് 45 ഡിഗ്രി ഏകദേശം ഇതാണ് അല്ലേ, ഇതിന്റെ പകുതി അല്ലേ 45. ഇത് 90, അതിന്റെ നടുവ് കൂടി പോകുന്നത് പകുതി. ഈ 45 മൈനസ് θ എന്ന് പറഞ്ഞാല് ഇതാ വരും, ഏകദേശം ഒരു θ ആംഗിൾ. ഇതാണ് 45, ഈ മൊത്തം സാധനമാണ് 45 ഡിഗ്രി മൈനസ് θ. ഇതേ സാധനം ഇപ്പുറം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായി, 45 ഡിഗ്രി പ്ലസ് θ ആയി. ഈ മൊത്തത്തിനാണ് എന്ത് പറയാ, 45 ഡിഗ്രി പ്ലസ് θ ആയി. ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലും അതെന്താവും, അതിന്റെ റേഞ്ച് സെയിം ആയിരിക്കും എന്നാ പറഞ്ഞുള്ളൂ. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലടാ, മനസ്സിലായില്ലേ? സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പൊ കോംപ്ലിമെന്ററി ആംഗിൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്താ, θ1 + θ2 = 90 ഡിഗ്രി കിട്ടിക്കഴിഞ്ഞാൽ അതിന് കോംപ്ലിമെന്ററി ആംഗിൾ ആണെന്ന് പറയാം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ ക്വസ്റ്റ്യൻ. വെറുതെ ഡൗട്ട് അടിക്കണ്ട. നിങ്ങൾക്ക് മനസ്സിലായാലും ഒന്നുകൂടി കേട്ടോക്കെ, എന്തായാലും മനസ്സിലാവും. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി കൂടെ. എടാ, ലാസ്റ്റ് ടൈം ഫൈനൽ ക്വസ്റ്റ്യൻ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഇത് മനസ്സിലാവും. ഞാൻ എളുപ്പത്തിൽ പറഞ്ഞുതരാം. കുട്ടപ്പൻ thrown a ball with a initial velocity u1 at an angle theta and it covers a horizontal range r1. Okay ആണോ? If the angle of projection kept same, find the new initial velocity required that the horizontal range become 2.25 r1. 2.25 r1. എന്താ ക്വസ്റ്റ്യൻ ആടാ എന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ സിമ്പിൾ ആയിട്ട് ഇതിനെ മനസ്സിലാക്കി തരാം. കുട്ടപ്പൻ എന്ന് പറഞ്ഞ ആള് ആദ്യം എന്ത് ചെയ്തടാ, ആദ്യം u1 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ θ ആംഗിളിൽ എന്താക്കി, u1 എന്ന് പറഞ്ഞ വെലോസിറ്റിയിൽ
തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിൽ എറിഞ്ഞപ്പോൾ R1 എന്ന് പറഞ്ഞ എന്താക്കി റേഞ്ച് കിട്ടി. അതാണ് ഇതാ കുട്ടപ്പൻ തോണേ ബോൾ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി u1 ആൻഡ് ആംഗിൾ തീറ്റ ആൻഡ് ഇറ്റ് കവേഴ്സ് എ ഹൊറിസോണ്ടൽ റേഞ്ച് R1. അത് നമ്മൾ ഫിഗർ ആക്കി. ഞാൻ നിങ്ങളോട് പറഞ്ഞ ആദ്യം ഫിഗർ വരച്ചു വെക്കുക, ബാക്കിയൊക്കെ എളുപ്പത്തിൽ കഴിയും. എന്തായി? θ1 എന്ന് പറഞ്ഞ സാധനം കിട്ടി. ഓക്കെ അല്ലേ? നമ്മളോട് രണ്ടാമത്തെ കാര്യം, ഇഫ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കെപ്റ്റ് സെയിം. ഇതാണല്ലോ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. അത് സെയിം ആക്കി വെച്ച് എന്ന് വെച്ചാൽ സെയിം ആക്കി വെച്ചു. ഫൈൻഡ് ദ ന്യൂ ഇനീഷ്യൽ വെലോസിറ്റി റിക്വയർഡ് ദാറ്റ് ദ ഹൊറിസോണ്ടൽ റേഞ്ച് ബിക്കം 2.25 r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ആംഗിൾ വെച്ചുകൊണ്ട് അയാൾ വീണ്ടും എറിഞ്ഞ് അപ്പൊ നമുക്ക് കിട്ടിയ റേഞ്ച് എത്രയാണെന്ന് അറിഞ്ഞ് ആദ്യത്തെ 2.25 r1 എന്ന് വെച്ചാൽ ഇതിനേക്കാളും 2.25 r1 നമുക്ക് റേഞ്ച് കിട്ടി. നമ്മളോട് ചോദിച്ച അപ്പോൾ എറിഞ്ഞ രണ്ടാമത് എറിഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി, അതാ പറഞ്ഞ രണ്ടാമത് എറിഞ്ഞ ഇനീഷ്യൽ വെലോസിറ്റി u2 എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഫിഗർ ആക്കി മാറ്റിയപ്പോൾ പകുതി 50% കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പൊ ഐഡിയ കിട്ടിയില്ലേ? നമ്മളോട് ചോദിച്ചത് u2 എത്രയാണെന്നാ. നമുക്ക് തന്ന കാര്യങ്ങളൊക്കെ എഴുതാം. R1 കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, u1 സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g. ഓക്കെ. R2 കാണാനുള്ള ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇതാണ് റേഞ്ച് 1. റേഞ്ച് 2 എന്താ? റേഞ്ച് 2 കാണാൻ ഇക്വേഷൻ u2 സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g. g എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. രണ്ടിനും സെയിം ആണ്. ഇവിടെ എന്താ θ1 ഉം θ2 കൊടുക്കാത്തതാണ് എന്ന് നിങ്ങളുടെ ഡൗട്ട് എങ്കിൽ ഇവിടെ പറഞ്ഞു എന്ത്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്താണ്? കെപ്റ്റ് സെയിം ആന്ന് വെച്ചാൽ θ1 ഈസ് ഈക്വൽ ടു θ2 ഈസ് ഈക്വൽ ടു θ തന്നെയാണ്. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ രണ്ടിനും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ എന്താണെന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഈ R2 എന്താ? R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ R1ന്റെ 2.25 മടങ്ങല്ലേ. അപ്പൊ R2 എന്താ? ഇവിടെ 2.25 R1 ആണ്. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ. ഇത്രയും സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി. അങ്ങനെയുള്ള കൺസെപ്റ്റിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇക്വേഷൻസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി എന്ത് ചെയ്യാ? നമുക്ക് ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ടാക്കി എടുത്തൂടെ? ഇതിൽ നിന്ന് റിലേഷൻ ഉണ്ടാക്കി എടുത്താൽ മാത്രമല്ലേ നമുക്ക് u2ന്റെ വാല്യൂ കിട്ടൂ. ഓക്കെ. അപ്പൊ നമുക്ക് എന്താക്കാം? റിലേഷൻ ഉണ്ടാക്കി എടുക്കാം. ഇത് അത്യാവശ്യം ഒരു ടഫ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് എന്താക്കാം? ഇതേ ഡിവൈഡഡ് ബൈ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഞാൻ ഇത് മയക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ മയച്ച് ചെയ്യേണ്ടതല്ല. ഞാൻ എന്താക്കി? ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്താക്കണേ? എഴുതാൻ പോവാണ്. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 എന്താ? ഇത് ഡിവൈഡഡ് ബൈ ഇനി എന്നും വരും എന്ത്? ഇത് ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 1 R1 ആണ്, ഡിവൈഡഡ് ബൈ u1 സ്ക്വയർ സൈൻ 2θ ഡിവൈഡഡ് ബൈ g ആണ്. ഈ ജിയും വെട്ടിപ്പോയി. ഈ സൈൻ 2θ ഈ സൈൻ 2θ കാരണം ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം സാധനം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കൂടെ? ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലും സെയിം സാധനം വന്നു, നമ്മൾ വെട്ടി. ആൻഡ് ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം സാധനം വന്നു, നമുക്ക് വെട്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2.25 ഒന്നുമില്ല, 2.25 ഈസ് ഈക്വൽ ടു u2 സ്ക്വയർ ഡിവൈഡഡ് ബൈ u1 സ്ക്വയർ. കിട്ടിയോ? Therefore u2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് ഇങ്ങോട്ട് വരുമല്ലോ. u1 അടിയിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലൈഡ് ആവും. ഡിവൈഡഡ് ബൈ u1 സൈഡ് പോകുമ്പോൾ മൾട്ടിപ്ലൈഡ് ബൈ 1 ആവും. 2.25 u1 സ്ക്വയർ. നമുക്ക് u2 ആണല്ലോ ക്വസ്റ്റ്യൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം എന്താ? u2 ആണല്ലോ. u2 ഈസ് ഈക്വൽ ടു എന്താ? റൂട്ട് ഓഫ് 2.25 u1 സ്ക്വയർ. 2.25ന്റെ റൂട്ട് എത്രയാ? 1.5 ആണ്. 1.5 u1 നമുക്ക് എന്താക്കും? ആൻസർ കിട്ടും. u1ന്റെ സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? u1 സ്ക്വയറിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ u1 കിട്ടും. 2.25ന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 1.5 കിട്ടും. ഈ കാൽക്കുലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താക്കാം? റൂട്ട് ഓഫ് 2.25 നിങ്ങൾക്ക് ഇതിൽ ചെയ്തുകൂടെ?
കാൽക്കുലേറ്ററിൽ. അപ്പൊ അത്രയേ ഉള്ളൂ, ഇത്രയും സിമ്പിൾ ആണ്. ഇങ്ങനെയാണ് എന്താക്കേണ്ടത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്താക്കാം, കമന്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, എന്തൊക്കെ ചേഞ്ചാണ് ഞാൻ വരുത്തേണ്ടത്, അതൊക്കെ അറിയിക്കണം. നിങ്ങളെയൊക്കെ സജഷൻസ് പോലെ നമ്മൾ നാളെ മുതൽ എന്താ എടുക്കും, തെർമോ ഇലക്ട്രിക് എടുക്കും. സോ എല്ലാവരും പവറായിരിക്കുക. നമുക്ക് എക്സാമിന് നല്ല സ്കോർ മേടിക്കണം, നല്ല കൺസെപ്റ്റ് അറിയണം. സ്കോറിനേക്കാൾ ഉപരി നല്ല കൺസെപ്റ്റ് പഠിക്കുക, ന്യൂമറിക്കൽസ് ചെയ്യുക, നമ്മളെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക. ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാകുന്ന വിചാരിക്കുന്നു. സോ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു. അടുത്ത ദിവസം കാണാം. ബൈ ബൈ. അതിനു മുമ്പ് ഞാൻ എന്താക്കുന്നുണ്ട്, ഇനി എല്ലാ ദിവസവും ഓരോ ഷോർട്സ് വെച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ പറഞ്ഞു കൊടുക്കത്തില്ലേ, എങ്ങനെ എടാ അതെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ, അതെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ, എക്സാമിന് തൊട്ട് മുമ്പ് പറയുന്നത്, അതുപോലെ ഓരോ ഷോർട്ടായിട്ട് ഞാൻ സിമ്പിൾ ആക്കിയിട്ട് മാത്തമാറ്റിക്കലിൽ അങ്ങനത്തെ ഒക്കെ എടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് ഒക്കെ എന്താക്കുക, കമന്റ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഇടുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ നിങ്ങളെ പേഴ്സണൽ ചോയ്സ് ആണ്, ലൈക്ക് അത് ഇതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ബട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് ആവശ്യമുണ്ട്. സോ അതെന്തായാലും കമന്റ് ഇടുക. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. പോടാ, പോയിരുന്നു പഠിക്കടാ.